ഭഗവതി മന്ദസ്മിതശ്രീമുഖി സ്മൃതി സങ്കീർത്തനായി ശാന്തിമതസിദ്ധസൗഖ്യം ഈശ്വരി ആശ്വസമാരംഭം ശങ്കരാചാര്യം ദക്ഷിണാമൂർത്തേ ദ്വിതീയ ബ്രഹ്മ നൈവേദ കിഞ്ചന അഗ്ര ആസീ മൃത്യുനൈവേദമാവൃതമാസീ അശനായാഹി മൃത്യു തന്മനോ അകുരുത ആത്മന്വേഷ്യാമിതി സോ അർച്ചൻ അചരത് തസ്യ അർച്ചത ആപോ അജായന്ത അർച്ചതേ വൈമേകം അഭൂതിരി തദേവ അർക്കസ്യ അർക്കത്വം കംഹ വാ അസ്മൈ ഭവതി ഏവം ഏതദ് അർക്കസ്യ അർക്കത്വം വേദ ഭാഷ്യത്തിൽ പറഞ്ഞു മൃത്യുനേതം കാര്യമാവൃതമാസീതാഖണ്ഡാവസ്ഥാമൃതാഖണ്ഡാദേഹാവൃതാശ്വരി തന്മനോ അകുരുത. അടുത്ത് പറയുന്നു ആ മനസ്സിനെ സൃഷ്ടിച്ചു. തദ്വിധി മനസ്സോ നിർദ്ദേശ സപ്രവൃത്ത മൃത്യു അക്ഷ്യമാണ് കാര്യ സുസൃക്ഷ്യ. നേരത്തെ പറഞ്ഞു ഇപ്പൊ ഹിരണ്യഗർഭരൂപത്തിലാണ്, സൃഷ്ടിയുടെ ആരംഭമാണ്. അനഭിവ്യക്ത നാമരൂപം അധ്യക്ഷാദ്യയോഗ്യം അപഞ്ചീകൃത പഞ്ചമഹാഭൂതാവസ്ഥാതിരിക്തം മായാരൂപം സാഭാസം. അതാണ് അപ്പോഴത്തെ സ്വരൂപം. സാഭാസം ചൈതന്യ പ്രതിബിംബം പോലെ. അതാണ് ഹിരണ്യഗർഭാവസ്ഥ. അത് പ്രജാപതി, വിരാട്, ഈ മാറ്റങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപഞ്ചീകൃതാനാം ഭൂതാനാം ഹിരണ്യഗർഭദേഹ ഭൂതാനാം പ്രാഗേവ ലബ്ധാത്മകത്വ. സൂക്ഷ്മഭൂതങ്ങൾ അത് ഉണ്ടായാലേ മനസ്സിനെ സൃഷ്ടിക്കാൻ പറ്റും. അതും ഭക്ഷ്യമാണ് കാര്യസൃഷ്ടി. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള എന്തിനും തത്കാര്യ ആലോചനക്ഷമം, അതിനെല്ലാം കുറിച്ച് ആലോചിക്കാൻ ശേഷിയുള്ള മനഃശബ്ദവാച്യം, സങ്കല്പാദിലക്ഷണം അന്ധഃകരണം അകുരുതകൃതവാൻ.
അങ്ങനെയുള്ള മനസ്സെന്ന് വെച്ചാൽ ഇവിടെ അന്ധക്കരണത്തിൽ സൃഷ്ടിക്ക് സർവ ഉപാദാനത്തെയും കുറിച്ചുള്ള അറിവ് വേണം. സൃഷ്ടിസ്ഥിതി സംഹാരം ഇതിനെ കുറിച്ചുള്ള അറിവ് വേണം. ഈ അറിവുള്ള എല്ലാമുള്ള മനസ്സിനെ സൃഷ്ടിച്ചു തന്മനോഹരിത എന്ന് പറയുന്നത്. അപ്പൊ അതിനു മുമ്പ് അറിവില്ല എന്നുള്ള അർത്ഥത്തിലല്ല, അതിനു മുമ്പ് ഉണ്ട് മനസ്സ്. പക്ഷെ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള അറിവിന് യോഗ്യമായ മനസ്സ് അത് പിന്നീട് സൃഷ്ടിച്ചു. കാരണം സൃഷ്ടിക്കണമെങ്കിൽ അതിനു മുമ്പ് മനസ്സിൽ ഇച്ഛ വരണം, ആഗ്രഹം വരണം, സൃഷ്ടിക്കണം. മനസ്സില്ലാതെ അത് വരത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ആ ഭൂതസൂക്ഷ്മ അതുണ്ട്, അത് മനോരൂപത്തിലുണ്ട്. പക്ഷെ അതുപോരാ, അതുകൊണ്ട് സൃഷ്ടി നടക്കത്തില്ല. കാര്യം എങ്ങനെയോ അതിനനുസരിച്ചുള്ള കാരണം ഉപകരണം വേണം തന്റെ കയ്യിൽ. ഈ വിരാട് പ്രപഞ്ചം, ഈ വിരാട് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിനുള്ള മനസ്സ്, അത് അതിന് പറ്റിയ മനസ്സ് തന്നെ വേണം. ഉദാഹരണം പറഞ്ഞാൽ ജീവനും മനസ്സുണ്ട്. പക്ഷെ ആ മനസ്സുകൊണ്ട് ജീവനെ ഈ വിരാട്ടിനെ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. അതിന് കാര്യക്ഷമമായ മനസ്സ് വേണം. അതാണ് ഹിരണ്യഗർഭനിൽ വരുന്ന മനസ്സ് എന്ന് പറയുന്നത്. ഹിരണ്യഗർഭനിലെല്ലാം ഉണ്ട്, പക്ഷെ അതവിടെ പ്രകടമാകുന്നു. അതാണ് ഹിരണ്യഗർഭനെ കുറിച്ച് പറയുന്നത്. അത് അണ്ടത്തെ പോലെയാണ്. അതിൽ നിന്നാണ് കോഴിക്കുഞ്ഞും മറ്റും ഉണ്ടായി വരുന്നത്. അപ്പം അതിൻ്റെ അകത്ത് അത് ഇരിപ്പുണ്ട്, പക്ഷെ അതിന് പ്രകടമാകുന്നു. അപ്പോൾ സൃഷ്ടിക്ക് ക്ഷമതയുള്ള മനസ്സുണ്ടാവുന്നു. അല്ലെങ്കിൽ മനസ്സിനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനസ്സല്ലേ, മനസ്സില്ലാതെ എങ്ങനെ സൃഷ്ടിക്കും, അങ്ങനെയൊന്നും ചോദിക്കരുത്. മനസ്സ് പലതായതുകൊണ്ട്. ആണ് സങ്കല്പാദി ലക്ഷണം അന്ധക്കരണം അകൃതവാൻ. സൃഷ്ടിക്കുമ്പോൾ ആ ഓരോ അവസ്ഥകളെ കുറിച്ച് പറയുകയാണ്. ഉപാസനയ്ക്ക് വേണ്ടി കേനാഭിപ്രായണ മനോകരോ ഇച്ഛതി ഉച്ചതി ആത്മൻവാൻസ്യാം ഭവേയം അഹമനേന മനസ്സ ആത്മന മനസ്സ മനസ്സ്യ താൻ മനോമയനായിത്തീരണം. ഈ അന്ധക്കരണ ധർമ്മങ്ങളെല്ലാം ഉള്ളവനായിത്തീരണം. അന്ധക്കരണ ധർമ്മങ്ങൾ സ്ഥൂലമായ അഹന്ത, മനസ്സ്, അതിന് വരുന്ന അറിവ്, ഇതെല്ലാം അന്ധക്കരണ ധർമ്മങ്ങളാണ്. ഇതെല്ലാം ഒത്തുചേരുമ്പോഴേ സൃഷ്ടി സംഭവിക്കത്തുള്ളൂ. അഹന്തയില്ലാതെ സൃഷ്ടി നടക്കില്ല. സങ്കല്പങ്ങളില്ലാതെ, സൃഷ്ടിയെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങളില്ലാതെ സൃഷ്ടി നടക്കത്തില്ല. അതിന് പറ്റിയ മനസ്സിന് ഞാൻ മനസ്സി ആകട്ടെ, മനസ്സുള്ളവനാകട്ടെ, മനസ്സുകൊണ്ട് പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നെല്ലാം സങ്കല്പിച്ചു. അങ്ങനെ സങ്കല്പിക്കുന്നതിനുള്ള മനസ്സ് നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയൊരു മനസ്സിനെ സൃഷ്ടിച്ചു. അവ്യക്തതയിൽ നിന്ന്, സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ അവിടെ പൂർണ്ണമായ മനസ്സില്ല. പൂർണ്ണമായ മനസ്സ് ക്രമേണ വരുന്നത്. ആദ്യം ഒരു അവ്യക്തത, പിന്നെ മനസ്സ് അഹം രൂപത്തിൽ പ്രവർത്തിക്കുന്നു, ഇതം രൂപത്തിൽ പ്രവർത്തിക്കുന്നു. അത് കഴിഞ്ഞ് ക്രമേണ പ്രപഞ്ച ബോധം വ്യക്തമായി വരുന്നു. നമുക്കറിയാം, നമ്മുടെ അനുഭവത്തിലും അങ്ങനെയാണ്.
പൂർണ്ണമായ ജാഗ്രതത്തിലേക്ക് വരുമ്പം ഈ സ്ഥൂലമായ എല്ലാ വിഷയങ്ങളെയും ഗ്രഹിക്കാൻ പറ്റിയ മനസ്സ് ജീവന് ആ ജീവന്റെ പരിമിതിക്കനുസരിച്ച് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യുന്നതിനുള്ള മനസ്സുണ്ടാകും. അതാണ് ഇവിടെ ഹിരണ്യഗർഭനും മനസ്സുള്ളവനായി തീരണമെന്ന് ആഗ്രഹിച്ചു. സൃഷ്ടിക്ക് വേണ്ടി സപ്രജാപതിരഭിവ്യക്തേന മനസ്സാ സമനസ്കൻ അർച്ചയൻ പൂജയൻ ആത്മാവനമേവ കൃതാർത്ഥോ അസ്മീതി അചരത് ചരണമകരോ. മനസ്സ് പ്രകടമായി വരുമ്പോൾ അവിടെ പ്രജാപതി രൂപമാണ്. ചിലപ്പോൾ ഹിരണ്യഗർഭൻ പ്രജാപതി എല്ലാം ഒന്നായിട്ട് പറയും, ചില ഭാഗങ്ങളിൽ രണ്ടായിട്ട് പറയും. നേരത്തെ പറഞ്ഞു കേവലമായ ചൈതന്യ ഉപാധിയോടുകൂടിയിരിക്കുന്ന ഹിരണ്യഗർഭൻ, ബുദ്ധി ഉപാധിയോടുകൂടിയിരിക്കുന്നു. അത് കഴിഞ്ഞ് സൃഷ്ടി, ബാക്കി സൃഷ്ടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രജാപതി. മനസ്സ് പ്രകടമായി സമനസ്കൻ അർച്ചയൻ പൂജയൻ ആത്മാനമേവ. തന്നെ തന്നെ അർച്ചിച്ചുകൊണ്ട് പൂജയൻ അർച്ചയൻ. അപ്പൊ താൻ തന്നെ അർച്ചിക്കുന്ന എങ്ങനെ? ഇവിടെ പറയും സ്വസാമർഥ്യാലോചനമേവ അർച്ചന. സ്വസാമർഥ്യത്തെക്കുറിച്ചുള്ള ബോധം തന്നെ. ഒരാൾക്ക് തന്റെ കഴിവിനെ കുറിച്ച് അറിവിനെ കുറിച്ചൊക്കെ ബോധ്യം വരുമ്പോൾ തന്നെ കുറിച്ചൊരു മതിപ്പ് തോന്നുമല്ലോ. അതുപോലെ സ്വയം തന്നെ തന്നെ അർച്ചിച്ചുകൊണ്ട്, എന്നുവെച്ചാൽ തന്റെ വൈഭവങ്ങളെല്ലാം ഗ്രഹിച്ചുകൊണ്ട് പ്രജാപതി രൂപത്തിൽ തനിക്ക് ഈ പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിക്കാൻ കഴിയും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് എന്നർത്ഥം. അപ്പോൾ കേവലമായ ആ തത്വം എങ്ങനെയെല്ലാം മാറി വരുന്നു, പരിണമിച്ചു വരുന്നു, ഹിരണ്യഗർഭനായി പ്രജാപതിയായി, അതിലൂടെ ബാഹ്യസൃഷ്ടിയായി. തസ്യ പ്രജാപതേഃ അർച്ചതഃ പൂജ്യേതഃ ആപോരസാത്മികാഃ പൂജാംഗഭൂതാഃ അജായന്തോത്പന്നാഃ. അങ്ങനെ സൃഷ്ടി ആഗ്രഹിച്ചപ്പോൾ ജനമുണ്ടായി. അച്ഛത പൂജ ആപോ രസാത്മികാഃ, രസരൂപത്തിലുള്ള ദ്രവരൂപത്തിലുള്ള എന്നർത്ഥം. പൂജാംഗഭൂത അജായന്ത ഉത്പന്നാഃ, ജലമാണ് ഉണ്ടായെന്നാണ്. അതങ്ങനെ ആദ്യ സൃഷ്ടിയിൽ ജലമാണ് ഉണ്ടായത്. അത് പറയുന്നു തത്രാകാശപ്രഭൃതീനാം ത്രയാണാം തത്യനന്തരമിതി ഉത്പന്നം. അതിനു മുമ്പ് ആകാശം, വായു, അഗ്നി ഇത്രയും ഉണ്ടായതിനു ശേഷം ജലം ഉണ്ടായിരുന്നാണ്. ശ്രുത്യന്തര സാമർഥ്യ വികല്പ സംഭവാസ സൃഷ്ടിക്രമ. സൃഷ്ടിയെ സംബന്ധിച്ച് വികല്പം സംഭവിക്കത്തില്ല. അതായത് ഒരു പക്ഷത്തിൽ ജലത്തിൽ നിന്ന് തുടങ്ങുന്നു, വേറൊരു പക്ഷത്തിൽ ആകാശത്തിൽ നിന്ന് തുടങ്ങുന്നു. അങ്ങനെ രണ്ടു തരത്തിലുമാകാം, അങ്ങനെയില്ല. ഒരു സൃഷ്ടി ആകാശത്തിൽ നിന്ന് തുടങ്ങി, വേറെ സൃഷ്ടി ജലത്തിൽ നിന്ന് തുടങ്ങി, അങ്ങനെയില്ല. അത് മാത്രമല്ല, മറ്റു ശ്രുതികൾ തൈത്തിരീയത്തിനും മറ്റും പറയും ആകാശം വായു, വായു ഒരു അഗ്നി, അഗ്നിയുടെ ആപഹ, ആപഹ പൃഥിവി. അങ്ങനെ ആകാശത്തിൽ നിന്ന് അവിടെ തുടങ്ങി ഇവിടെ ജലത്തിൽ നിന്ന് തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ വിരുദ്ധമായ കാര്യമല്ലേ. ഒരിടത്ത് പറയുന്നത് സൃഷ്ടി ആകാശത്തിൽ നിന്നാണ്,
ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. വേറെടുത്ത് പറയുന്നു ജലത്തിൽ നിന്നാണ്. ഏതാ ശരി? രണ്ടു തരത്തിലുമാകാം. പറയുന്നു ശരി ആകാശത്തു നിന്ന് തുടങ്ങിയെന്ന് തന്നെ, ജലത്തിൽ നിന്ന് തുടങ്ങിയെന്നല്ല. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ ആവർത്തിച്ച് പറയുന്നു ഇവിടെ സൃഷ്ടിയിലൊന്നും താല്പര്യമില്ല. സൃഷ്ടിയെക്കുറിച്ച് പറയുന്നതല്ലല്ലോ ഇതിന്റെ താല്പര്യം. ഉപനിഷത്തിന്റെ താല്പര്യം പരമാത്മാവിനെ ബോധിപ്പിക്കുകയാണ്. വീണ്ടും ഒന്നിനെ സൃഷ്ടിയെക്കുറിച്ച് വിശദീകരിക്കുന്നു. അതൊരു ഉപാസനയ്ക്ക് വേണ്ടി. പക്ഷെ ഉപാസനയുടെ ഇടയ്ക്കും തത്വചിന്ത വരും. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ തന്നെ ഈ 1-ാം അധ്യായത്തിൽ മുഖ്യമായ ഉപാസനകളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അദ്വൈതത്തിലെ പ്രസിദ്ധമായ പല വാക്യങ്ങളും ഇതിനകത്താണ് വന്നിട്ടുള്ളത്. അതിനെയൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ഭാഷ്യകാരൻ അദ്വൈതപരമായി തന്നെ വ്യാഖ്യാനിക്കുന്നു. ഉപാസന എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊരു ഭാഗം ഇതിൽ നിന്നൊക്കെ വേർതിരിച്ചെടുക്കാൻ കഴിയത്തില്ല. അത് ഇടകലർന്ന് കിടക്കുക. നർച്ചതേ പൂർവ പൂജാംകുർവതി വൈമേ മഹ്യം കം ഉദകം അഭൂ അവമന്യത. പ്രജാപതിക്ക് മനസ്സിലായി പൂജാംകുർവതി വൈമേ മഹ്യം, താൻ പൂജിക്കുകയാണ്. ഇവിടെ ആരെയാ പൂജിക്കുന്നത്? ആരാ പൂജിക്കുന്നത്? സ്വയം തന്നെ. ആ പൂജ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, ആത്മാനമേവ കൃതാത്വസ്മി. ആ പൂജ എന്ന് പറയുന്നത് മനനമാണ്. തന്റെ സാമർത്ഥ്യത്തെക്കുറിച്ചുള്ള ബോധം. അതാണ് തനിക്ക് തന്നെ അനുസരിക്കാൻ കഴിയും. പറയുന്നത് പ്രാണികർമ്മവശാത്. സൃഷ്ടി പ്രാണികർമ്മത്തിനനുസരിച്ചിട്ടാണ്. എങ്ങനെയാ പ്രജാപതി സൃഷ്ടിക്കുന്നത്? എന്താ നിമിത്ത സൃഷ്ടിയുടെ ആരംഭത്തിൽ? ആർക്കു വേണ്ടി സൃഷ്ടിക്കണം? എന്തൊക്കെയാ സൃഷ്ടിക്കുന്നത്? എങ്ങനെയാ സൃഷ്ടിക്കുന്നത്? എല്ലാം പ്രാണികർമ്മവശാത്. പ്രാണികളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ഓരോ ജീവനും യോഗ്യമായ ഭോഗ്യത്തെ സൃഷ്ടിക്കുന്നു. ശരീരം ഉൾപ്പെടെയുള്ള ഭോഗ്യങ്ങൾ അതിനനുസരിച്ച് സൃഷ്ടിക്കുന്നു. ഇതെല്ലാം ഒരു വസ്തുനിഷ്ഠമായ വിലയിരുത്തലെന്ന് എടുക്കരുത്. ഇങ്ങനെ സൃഷ്ടിച്ചു, ഇങ്ങനെ ഒരാൾ സൃഷ്ടിച്ചു, അങ്ങനെ എടുക്കണ്ട. ചില സാദൃശ്യങ്ങളൊക്കെ വരാം സൃഷ്ടിയെക്കുറിച്ച്. ആൾക്കാർ വൈദികമല്ലാതെ ഉള്ള പഠനങ്ങളൊക്കെ നടത്തി, ഗവേഷണങ്ങളൊക്കെ നടത്തി പറയുന്നതുമായിട്ട് ചില സാദൃശ്യങ്ങളിലൂടെ വരാം. പക്ഷെ എന്നാലും ഇവിടെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് സൃഷ്ടി ഇന്ന തരത്തിലൊക്കെയാണ് ഉണ്ടായതെന്ന് നമ്മളെ വസ്തുനിഷ്ഠമായി പഠിപ്പിക്കാൻ വേണ്ടിയില്ല. കാരണം ഇവിടെ തന്നെ പറയുന്നുണ്ട് ജലം ആദ്യം ഉണ്ടായി. അടുത്തതാ പറയുന്നത് പൂജാംഗോദേ വൈമേ മഹ്യം കമുദകം അഭൂത് നിത്യവും അപന്യത. ആദ്യം ജലമുണ്ടായി. അത് തന്നെ ശരിയാണ്, ആദ്യം ജലമാണുള്ളത് നമ്മൾ പറയും. ഭൂമിയെക്കുറിച്ച് പറയും. അതൊക്കെ ഇവിടെയും പറയുന്നുണ്ട്. ആദ്യം ഇത് ദ്രവീഭൂതമായിരുന്നു, പിന്നെ അത് ഖനീഭൂതമായി, പിന്നീട് അതിൽ ജീവനുണ്ടായി. അതാണ് നമ്മൾ ജീവിക്കുന്ന ഭൂമി. ഇങ്ങനെയൊക്കെ പറയുന്നു. അതുപോലെ ഇവിടെയും പറയുന്നുണ്ട്. ആദ്യം ജലമായിരുന്നു, ചൂടുകൊണ്ട് അത് തപിച്ചു. അതിൻ്റെ മുകൾ ഭാഗത്ത് സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു നുര പോലെ പത പോലെ വന്നു ആ ജലത്തിൽ. അതാണ് ഭൂമിയായത്.
കട്ടിപ്പിടിച്ചത്. അതിന് ഭാഷ്യകാരൻ പറയും തൈര് കടയുമ്പോൾ അതിൽ നിന്ന് വെണ്ണ പൊങ്ങി വരുന്ന പോലെ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതൊരു വസ്തുസ്ഥിതി കഥനമെന്ന് പറയാൻ കഴിയില്ല. ഇവിടെ പറയുന്നു ഭൂമിയെ സൃഷ്ടിച്ച് അതിനുശേഷം സൂര്യനെ സൃഷ്ടിച്ചു. നമ്മൾ പഠിക്കുന്ന എന്താണ്? സൂര്യൻ ആദ്യം ഉണ്ടായി, പിന്നീട് ഭൂമി ഉണ്ടായി. ഇതിനൊക്കെ ഏതാ ശരി എന്നുള്ള നമുക്ക് പറയാൻ വയ്യ. സയൻസ് പറയുന്നു ആദ്യം സൂര്യനുണ്ടായി, ഭൂമി ഉണ്ടായി. നാളെ മാറി പറഞ്ഞുവിടാമെന്നില്ല, അതല്ല ശരി. അതുകൊണ്ട് അതിനെയൊന്നും നമുക്കിങ്ങനെ ഇവിടെ പറയുന്നതിനെ പൂർണ്ണമായും നിഷേധിക്കാൻ പറ്റില്ല. ശാസ്ത്രം സയൻസും മാറാത്ത ഒന്നല്ലല്ലോ. നാളെ മറിച്ച് പറഞ്ഞാലോ? അപ്പൊ തൽക്കാലം അതുകൊണ്ട് ഇതിനെ ഒരു വസ്തുസ്ഥിതിപരമായിട്ട് എടുക്കാതെ കേവലം ഉപാസന എന്നുള്ള നിലയ്ക്ക് എടുക്കുക. മനനം, ധ്യാനം, അതാണ് ഇവിടുത്തെ ഉപാസന. അതിന്റെ ഫലം പറയുന്നു. ആ ഉപാസനയ്ക്കിടയ്ക്ക് തന്നെ തത്വജ്ഞാനം വരും. പക്ഷെ അത് ഉപാസനയുമായിട്ട് കൂടിക്കലർന്ന് കിടക്കുന്നുണ്ട്. അതിന്റെ മൂല്യം ശരിക്ക് ബോധിക്കത്തില്ല. അതിനെ മനസ്സിലാക്കണമെങ്കിൽ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കണം, മാറ്റിയെടുക്കണം. ഇത്തിരി വലിയൊരു തത്വത്തെ, ആത്മതത്വത്തെ ഇങ്ങനെയൊക്കെ വിശദീകരിക്കേണ്ടി വന്നിട്ടും ശ്രുതിക്ക് തന്നെ വീണ്ടും ഉപാസനയെക്കുറിച്ചും പറയേണ്ടി വന്നു. ആത്മതത്വത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോലെ എന്തിനു ഉപാസനയെക്കുറിച്ച് പറയുന്നു? കാരണം ആത്മതത്വഗ്രഹണത്തിന് അധികാരികൾ വിരളമാണ്. ഉപാസന എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഉപാസനകളല്ല ഉദ്ദേശിക്കുന്നു. ഇന്നത്തെ നമ്മുടെ എല്ലാ ഉപാസനകളും സ്മാർത്ഥമാണ്. വൈദികമായ ഉപാസനയില്ല. ഹൃദയത്തിൽ ദേവനെ ധ്യാനിക്കുന്നു, ദേവിയെ ധ്യാനിക്കുന്നു, മൂർധാവിൽ ദേവനെ ധ്യാനിക്കുന്നു, ശിരസിൽ ധ്യാനിക്കുന്നു. പലതരത്തിലുള്ള ധ്യാനങ്ങൾ, പൂജ, മന്ത്രം, തന്ത്രം, യന്ത്രം, അനുഷ്ഠാനം, ഇതെല്ലാം ഇന്നത്തെ ഉപാസനകൾ. അത് ഇതുമായിട്ട് ബന്ധമില്ല. അതുപോലെ തന്നെ ഇന്നത്തെ ശാസ്ത്രമായിട്ട് നേരിട്ട് ബന്ധമില്ല. ചില സമാനതകളുണ്ട്. ഉദകമഭൂത്, കമ്മെന്ന് വെച്ച ഉദകം ജലമുണ്ടായി. സുഖം എന്നുള്ള അർത്ഥം പറയും. കമ്മിൽ സുഖമുണ്ടായി, അതും പറയാം. ഉപാസന കൊണ്ട് സുഖം ഉണ്ടാകുന്നു. അർക്കത്വഹേതുരിത്യർത്ഥ അഗ്നിരശ്മീത ത്രിജുപൂയുഗസ്യ അർക്കത്വം. അർക്കത്വഹേതുരിത്യർത്ഥ തസ്മഹേതുരർക്കസ്യ അഗ്നേഹി അർക്കം എന്ന് പറഞ്ഞാൽ അഗ്നി. സുഖഹേതു പൂജാകരണാത് അർച്ചനാത്. സുഖഹേതു പൂജാകരണാത്. അതൊക്കെ ഉപാസനയായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണ്. അർച്ചന അപ്പോ അജായന്ത അർച്ചത്തെ വൈമേകം അഭൂതിഥി തദൈവ അർക്കസ്യ അർക്കത്വം. അർച്ചന നേരത്തെ പറഞ്ഞിട്ട് അർച്ചിക്കുക എന്ന് വെച്ചാൽ പുഷ്പം അർച്ചിക്കുന്നതല്ല. ചിന്തനം, ആലോചനം, സൃഷ്ടിയെ സംബന്ധിച്ചാണ്. അത് തന്നെ ഹിരണ്യഗർഭന്റെ ഒരു ഉപാസനയാണ്. ജീവനെ സംബന്ധിച്ചിടത്തോളം ഇത് ഹിരണ്യഗർഭ ഉപാസനയായി മാറും.
ഏകാഗ്രമായ ചിന്തനമാണ് ഉപാസന. മറ്റൊന്നിലേക്ക് മനസ്സ് പോകാതെ. ആ അർത്ഥത്തിൽ ഉപാസന എന്ന് പറയുന്നത് ശരിക്കും ധ്യാനമാണ്. വളരെ ഏകാഗ്രതയുള്ള. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ധ്യാനവും നിധ്യാസനവും വ്യത്യാസം. തത്വചിന്തയിലാണ് നിധ്യാസനത്തിന് സ്ഥാനം വരുന്നത്. ഉപാസനയിലാണ് ധ്യാനത്തിന് സ്ഥാനം വരുന്നത്. അർച്ചന സുഖഭേദ പൂജാ കർണാത് അപ്സംബന്ധാച്ച അഗ്നി ഏകം ഉദകം സുഖം നാമസമാന്യം തദ്ഗുണം നാം അർക്കും. അതുകൊണ്ട് അഗ്നിക്ക് അർക്കനെന്ന് പേരും വന്നു. എന്തൊക്കെയാണ് ഹേതു? സുഖഹേതു പൂജാകരണ. അപ്സംബന്ധാച്ച അപ്സംബന്ധമുള്ളതുകൊണ്ടും അഗ്നി ഗൗണം നാം ആർക്കരുത്. അഗ്നിയെ തന്നെ ഗൗണമായി അർക്കനെന്ന് പറയുന്നു. യഥോക്തം അർക്കസ്യ അർക്കത്വം ചെയ്ത് അങ്ങനെ ആരാണോ ഈ അർക്കനെ അർക്കനായിട്ടറിയുന്നത് കം ഉദകം സുഖം വാ നാമസാമാന്യ. കം എന്ന് പറയുന്നതിനും ഉദകം ജലമെന്നും സുഖമെന്നും അർത്ഥമുണ്ട്. കാരണം തദൈവ ഹേതു അർക്കത്വം എന്ന് പറഞ്ഞു. ഹവായിക്ക് അവതാരണാർത്ഥം ഭവത്യവേദി അസ്മേവം വിധ ഏവം വിധാർത്ഥം ഭവതി ഏവം വിധ. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെ അറിയുന്നവൻ എന്ന് പറയും. പ്രത്യേകം മനസ്സിലാക്കണം, അറിവ് തത്വചിന്തയിലേ ഉള്ളൂ. ഭാവന, ധ്യാനം ഇതെല്ലാം ഉപാസനയില്ല. തത്വചിന്തയിൽ പ്രത്യേകിച്ചൊരു ധ്യാനം എന്ന് പറയുന്ന ഒന്നില്ല. ധ്യാനമെന്ന് പറയാം, പക്ഷെ അത് ഉപാസനയിലെ ധ്യാനമല്ല. ജ്ഞാനം വസ്തു എങ്ങനെയോ അതുപോലെ, ധ്യാനം ഭാവന എങ്ങനെയോ അതുപോലെ. രണ്ടുതമ്മിലുള്ള വ്യത്യാസം. ഭാവന കൊണ്ട് നമുക്ക് എങ്ങനെയും ധ്യാനിക്കാം. ഇവിടെ അഗ്നിയെ അർക്കനായി ധ്യാനിക്കുന്നു. കേവല ഭാവന, വസ്തുസ്ഥിതി കഥനമല്ല. അതിന് വസ്തുനിഷ്ഠതയില്ല. അതാണ് പലപ്പോഴും ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറയാറുള്ളത്. ഉപാസനയെ കുറിച്ച് പറയുന്നിടത്തൊന്നും അതിനെ സയൻസായിട്ട് എടുക്കരുത്, ശാസ്ത്രമായിട്ട്. ഇന്നത്തെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് സമാധാനം കിട്ടാതെ വരും. അവൻ ചിന്തിച്ചു മനസ്സിനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. എന്താ, എന്ത് പൊട്ടത്തരമായി പറയുന്നു. ചിന്തിച്ചിട്ട് മനസ്സിനെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ട് മനസ്സിനെ സൃഷ്ടിച്ചു. അപ്പോൾ മനസ്സില്ലേ? ചിന്തിച്ചപ്പോഴും ആഗ്രഹിച്ചപ്പോഴൊന്നും മനസ്സില്ലായിരുന്നു, പിന്നെ എങ്ങനെയാണ് മനസ്സിനെ സൃഷ്ടിച്ചത്? ഇവിടെ പറയുന്നു, ആദ്യം ജലം, ഭൂമി, പിന്നെ സൂര്യനെ സൃഷ്ടിച്ചെന്നു, പിന്നെ കാലത്തെ സൃഷ്ടിച്ചെന്നു. ഇതിനൊക്കെ വസ്തുനിഷ്ഠമായിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെയെല്ലാം പറയുന്നത് ഉപാസനയ്ക്ക് മാത്രമേ ഉപകരിക്കുന്നുള്ളൂ. ഉപാസന അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നാണ് ഭാഷ്യക്കാരന്റെ അഭിപ്രായം. അല്ലാതെ പ്രപഞ്ച സൃഷ്ടിയുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള രഹസ്യങ്ങളൊന്നും ഇവിടെ വെളിപ്പെടുത്തുകയല്ല. പക്ഷെ ഉപാസനയെ സംബന്ധിച്ചിടത്തോളം ഇത് ഉപകരിക്കും. കാരണം ഉപാസനയ്ക്ക് വിഷയം സത്യമായിരിക്കണമെന്നില്ല.
ധ്യാനത്തിന് വിഷയം ധ്യേയം സത്യമായിരിക്കണമെന്നില്ല. അതിന് ഭാഷ്യകാരൻ തന്നെ പറയും, പ്രതിമയെ വെച്ചിട്ട് വിഷ്ണുവായിട്ട് ധ്യാനിക്കുന്നു. കേവലം കൽപ്രതിമയാണ്, അതിന് വിഷ്ണുവായി ധ്യാനിക്കുന്നു. എന്താ, പ്രതിമ സത്യമാണോ? അവിടെ ധ്യാനത്തിന് തത്വജ്ഞാനത്തിന്റെ ആവശ്യമൊന്നുമില്ല. അവിടെ ഒന്നിനെ മറ്റൊന്നായി ധരിച്ച ഉപാസിക്കുന്നു. ധ്യാനത്തിന്റെ വിശേഷം എല്ലാ ധ്യാനവും അങ്ങനെയാണ്. മൂർധാവിൽ ധ്യാനിച്ചാലും ഹൃദയത്തിൽ ധ്യാനിച്ചാലും ദേവിയെ ധ്യാനിച്ചാലും ദേവനെ ധ്യാനിച്ചാലും എന്തിന് ആത്മാവിനെ പരബ്രഹ്മത്തെയൊക്കെ ധ്യാനിച്ചാലും ശരി, അതൊന്നും വസ്തുനിഷ്ഠമല്ല, കേവലം ഭാവന. വസ്തുനിഷ്ഠം എന്ന് അല്ലെന്ന് എന്തുകൊണ്ട് പറയുന്നു? പുസ്തകത്തെ കണ്ടിട്ട് എനിക്ക് പുസ്തകം ആണെന്ന് അറിഞ്ഞാൽ മതി, ധ്യാനിക്കേണ്ട കാര്യമില്ല. ഈ പുസ്തകമാണിതെന്ന് അറിയുന്നതിന് ധ്യാനിക്കണം വേണ്ടല്ലോ. അറിഞ്ഞാൽ മാത്രം മതി. അങ്ങനെ പറഞ്ഞൊരു വിഷയം നമ്മൾ അതിശയപ്പെട്ടു. എന്താണ്? ബ്രഹ്മത്തെ അറിയുന്നതിന് ബ്രഹ്മത്തെ ധ്യാനിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അസംബന്ധം പറയുന്നു എന്ന് തോന്നുന്നു. കാരണം ഒരു മാനസിക ക്രിയയിലൂടെ അറിയുന്ന ഒന്നാണ്, ഭാവനയിലൂടെ അറിയുന്ന ഒന്നാണ്. ഇവിടെയൊക്കെ അത് ആവശ്യമുണ്ട്. വേദജാനാദി അവിടെ പറയുന്നു. എന്താണ്? ഉപാസ്തേ, ഉപാസിക്കുന്നു, ധ്യാനിക്കുന്നു. പ്രത്യക്ഷമായി കാണുന്നത് കല്ലാണെന്നറിയാം, ബോധ്യമാണത്, വസ്തുനിഷ്ഠമായ ജ്ഞാനമാണ്. പക്ഷേ തനിക്ക് പോരാ, അത് പോരാ. അതിനെക്കുറിച്ചുള്ള മറ്റൊരു ജ്ഞാനം ഉണ്ടാവണം. അത് ശിവനാണെന്നുള്ള ജ്ഞാനം ഉണ്ടാവണം. അപ്പോൾ ധ്യാനിക്കേണ്ടി വരും, ഇത് ശിവനാണ്. അപ്പോൾ വസ്തുനിഷ്ഠമായ ജ്ഞാനം എന്താണ്? കല്ലാണെന്നുള്ളത്. ശിവനെന്നുള്ള ജ്ഞാനവും ധ്യാനത്തിന്റെ ഫലമായുണ്ടായി, ഉപാസനയുടെ ഫലമായുണ്ടായി. ഇനി വസ്തുനിഷ്ഠമാണെങ്കിലോ ധ്യാനിക്കാൻ ഒക്കത്തില്ല, അറിയാനേ പറ്റൂ, ധ്യാനിക്കാൻ ഒക്കത്തില്ല. പുസ്തകമൊന്നും ധ്യാനിക്കാൻ പറ്റും. പറ്റത്തില്ല. ഏതെങ്കിലും പ്രമാണത്തിലൂടെ അറിയണം. ഇവിടെ ചക്ഷുരേന്ദ്രിയമാണ് പ്രമാണം. ഈ പ്രമാണത്തിലൂടെ അറിയുന്നു ഇത് പുസ്തകമാണ്. പിന്നീട് ആരെങ്കിലും ഇവിടെ ധ്യാനിക്കാൻ തുടങ്ങിയാൽ പുസ്തകം എന്ന് പറയുന്നത് നിഷ്പ്രയോജനം. അതിന്റെ ആവശ്യമില്ല, ഒന്നും നേടുന്നില്ല. അതുകൊണ്ടാണ് വേദ എന്നുള്ളതിന് ഉപാസ്തേ എന്ന്. ഇവിടെ എന്ത് ചെയ്തു? ആദ്യം അർത്ഥിച്ചു, ധ്യാനിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഖം ഉദകം അഭൂത്, ജലം ഉണ്ടായി. ജലം മാത്രമല്ല, ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി ഇതെല്ലാം ഉണ്ടായി. തദൈവ തസ്മാത് ഹേതു അർക്കസ്യ അഗ്നി അശ്വമേധ പൃഥ്വി അർക്കത്വം അർക്കത്വ ഹേതു. അതുകൊണ്ട് അഗ്നി അർക്കനെന്ന് പറയുന്നു. അഗ്നേഹി അർക്കനാമ നിർവചനം ഏത്? അർച്ചനാസ്വ ഏത് പൂജാകരണ അപ്സംബന്ധ അഗ്നി തദ്ഗുണം നാമാർ. അതിനങ്ങനെ ഒരു അഗ്നിക്ക് അർക്കൻ എന്നൊരു പേര് വന്നു. ഏയഥോക്തം അർക്കസ്യ അർക്കത്വം ഏതാരാണോ അതിനങ്ങനെ ഉപാസിക്കുന്നത് അവിടെ പറയുന്നു. അവിടെയാണ് ഉപാസനയുടെ ആവശ്യമുള്ളത്. അപ്പൊ മുമ്പ് നയിക്കുന്ന കുതിര പ്രജാപതിയാണോ? അല്ല. അശ്വമേധത്തിന് ഉപയോഗിക്കുന്ന കുതിര പ്രജാപതിയല്ല. പക്ഷെ ആ കുതിരയെ പ്രജാപതിയായി,
അല്ലെങ്കിൽ വിരാട്ടായി അല്ലെങ്കിൽ ഹിരണ്യഗർഭനായൊക്കെ ഭാവനയിൽ ധ്യാനിച്ചേ പറ്റൂ. അപ്പോൾ വിരാടിൽ ഹിരണ്യഗർഭനിൽ പ്രജാപതിയിലൊക്കെ കാണുന്ന പല ഇതിനെ ഇവിടെ ആരോപിക്കുന്നു. ഉപാസന സംബന്ധം എന്നല്ല പറയുന്നത്. തത്വജ്ഞാനവും ഉപാസനയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറയുന്നു. ജ്ഞാനവും ധ്യാനവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. ധ്യാനം നിരുപയോഗമായ ഒരു കാര്യമെന്നല്ല പറയുന്നു. രണ്ടും തെറ്റിദ്ധരിക്കരുത്, കൂട്ടിക്കുഴയ്ക്കരുത്. അതാണിത്, ഇതാണത്, അങ്ങനെ ധരിക്കരുത്. ഇതെല്ലാം അദ്വൈതമനുസരിച്ച്, ഭാഷ്യകാരന്റെ അഭിപ്രായം അനുസരിച്ചാണ് പറയുന്നത്. അർക്കസ്യ അർക്കത്വം ഏത അങ്ങനെ ഉപാസിക്കുന്നു. ഉപാസനയുടെ ഫലത്തെയും ഇനി അടുത്ത് പറയും. ഉപാസനയ്ക്കൊക്കെ ഫലമുണ്ട്. കർമ്മത്തിന്റെ ഫലം പോലെ ഉപാസനയ്ക്കും ഫലമുണ്ട്. ഭൗതികമായ ഫലങ്ങളിലുണ്ട്. തത്വജ്ഞാനത്തിന് ഭൗതിക ഫലമൊന്നുമില്ല. ഭൗതികമായ ഒരു ഫലമില്ല തത്വജ്ഞാനം. അവിടെ ജ്ഞാനം തന്നെ ഫലം, ജ്ഞാനമല്ലാതെ വേറൊരു ഫലമില്ല. പിന്നീടത് വേറൊരു ഫലത്തെ ഉണ്ടാക്കുന്നില്ല. കർമ്മത്തിന്റെ സ്വഭാവമാണ്, ഉപാസനയുടെ സ്വഭാവമാണ് ഫലത്തെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഉപാസന പ്രകടനത്തിലെല്ലാം ഫലത്തെ പറയുന്നത്. തത്വജ്ഞാനത്തിന് അതില്ല. ചോദിക്കുമ്പോൾ തത്വജ്ഞാനം കൊണ്ട് അജ്ഞാന നാശം സംഭവിക്കുന്നില്ലേ? തത്വജ്ഞാനം കൊണ്ട് മോക്ഷം ലഭിക്കുന്നില്ലേ? തത്വജ്ഞാനം കൊണ്ട് ദുഃഖങ്ങളില്ലാതാകുന്നില്ലേ? അപ്പോൾ തത്വജ്ഞാനത്തിന് ഫലമില്ല എന്നതിന് പറയുന്നു. ഉപാസന അതുപോലെയല്ലേ ഉള്ളൂ. ഭാഷ്യകാരൻ പറയും അതിനെ ഫലമായി ഗണിക്കുന്നില്ല. ഫലമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അതെല്ലാം എന്താണ്? തത്വജ്ഞാനത്തിന് എല്ലാം ആത്മസ്വരൂപം. പിന്നെ ഇങ്ങനെ വേറിട്ട് ഫലം വരുന്നത് അഫലത്വ. ആത്മസ്വരൂപം എന്ന് പറയുമ്പോൾ അവിടെ ഫലമുണ്ടോ? ദ്വൈതമുള്ളിടത്തല്ലേ ഫലമുള്ളൂ, കാര്യവും കാരണവുമുള്ളൂ. തത്വജ്ഞാനത്തിൽ അതില്ല. ഉപാസനയിൽ അങ്ങനെയാണ്. അവിടെ ഉപാസിക്കുന്നു ഫലത്തിനു വേണ്ടി. അപ്പോൾ അശ്വമേധത്തിൽ ഉപയോഗിക്കുന്ന കുതിരയെ കണ്ടിട്ട് പറയുന്നു ഇതിന്റെ കാലിൻ്റെതാണ്, കൈയിൻ്റെതാണ്, തലയിൻ്റെതാണ്, വാലിൻ്റെതാണ്. അതെല്ലാം കൂടി ചേർന്ന് ഇത് വിരാട്ടായി ധ്യാനിക്കുന്നു, മനസ്സിൽ ധ്യാനിക്കുന്നു. അതാണ് അടുത്ത് പറയുന്നത്. കം ഉദക സുഖം വാ കമ്മിന് ഉദകമെന്ന സുഖമെന്ന് പറയാം. മുഖവായിക്ക് അവതാരണത്തു ഭവത്യവേദി അസ്മൈ ഏവം വിധ ഏവം വിധർത്ഥം ഭവതി ഏവം വിധ. ഇങ്ങനെ ഉപാസിക്കുന്നവന് ഇന്ന ഫലമുണ്ടാകുന്നു, സുഖഫലം ഉണ്ടാകുന്നു. ഉപാസനയുടെ ഫലവും സുഖമാണ്, ആത്മബോധത്തിന്റെ ഫലവും സുഖമാണ്. അപ്പോൾ ഫലം രണ്ടും ഒന്നായില്ലേ? എന്താ വ്യത്യാസം? ഭക്ഷണം കഴിച്ചാലും സുഖമാണ്, പാട്ട് കേട്ടാലും സുഖമാണ്. സുഖതാരതമ്യം നമ്മൾ ചർച്ച ചെയ്തല്ലോ. ഉപാസനയ്ക്കും ഉണ്ട് ഫലം, സുഖം തന്നെ. ഏവം വിധ ഏവം വിധാർത്ഥം. ഇങ്ങനെ ഉപാസിക്കുന്നവൻ ഇന്ന ഫലം, സുഖഫലം ഉണ്ടാവും. പക്ഷെ അത് തത്വജ്ഞാന ഫലമെന്ന് നമ്മൾ പറയുന്ന ഫലമല്ലെങ്കിൽ നമ്മളങ്ങനെ പറയുന്നു. ആ സുഖമല്ല. അതുകൊണ്ടാണ് അതിന് നിരതിശയ സുഖം, ആത്യന്തിക സുഖം എന്നെല്ലാം പറയുന്നത്. അത് സംഭവിക്കത്തില്ല. പ്രവൃത്തിക്ക് ഫലം ഉണ്ടായാലേ തീരും. അതുകൊണ്ടാണ് പറഞ്ഞത് ബ്രഹ്മത്തെ
ധ്യാനിച്ച് നേടാൻ കഴിയത്തില്ല, ധ്യാനിച്ചറിയാൻ കഴിയത്തില്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്തു വസ്തുതന്ത്രം, കർത്തൃതന്ത്രം. ബ്രഹ്മബോധം വസ്തുതന്ത്രമാണ്, കർത്തൃതന്ത്രമല്ല. അതൊരു മാനസിക ക്രിയയുടെ ഫലമല്ല, മാനസിക വ്യാപാരത്തിന്റെ ഫലമല്ല. ഇപ്പൊ ശ്രവണാദികൾ മാനസിക വ്യാപാരമല്ലേ? ശ്രവണമനന നിത്യാസനങ്ങൾ അതെല്ലാം മാനസിക വ്യാപാരമാണ്, ഉപാസന പോലെ തന്നെ. അതെല്ലാം മാനസിക സാധനങ്ങൾ തന്നെയാണ്, മാനസിക ക്രിയകൾ തന്നെയാണ്, മനസ്സിന്റെ വ്യാപാരം തന്നെയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് ശ്രവണാദി മാനസിക വ്യാപാരങ്ങളെക്കുറിച്ചല്ല, തത്വജ്ഞാനത്തെക്കുറിച്ചും ഉപാസനയെക്കുറിച്ചും. ശ്രവണാദി മാനസിക വ്യാപാരങ്ങളല്ല തത്വജ്ഞാനം. ഇവിടെ പറയുന്ന തത്വജ്ഞാനം ശ്രവണാദി മാനസിക വ്യാപാരത്തിലൂടെ പ്രകാശിക്കുന്ന ഒന്നാണ് തത്വജ്ഞാനം. ആ തത്വജ്ഞാനത്തിൽ പറയുകയാണ്, അവിടെ ഉപാസനയുടെ ആവശ്യമില്ല. ശ്രവണാദികളെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ശ്രുതി പ്രമാണത്തെ ആശ്രയിക്കുന്നു, ശ്രവണേന്ദ്രിയം പ്രമാണത്തെ ആശ്രയിക്കുന്നു, ഗുരുവിനെ ആശ്രയിക്കുന്നു, ശാസ്ത്രത്തെ, ഒരുപാട് കാര്യങ്ങളെ അപേക്ഷിക്കുന്നു. ഉപാസന അതുപോലെ തന്നെ. തത്വജ്ഞാനം അങ്ങനെയല്ല. അത് വസ്തു എങ്ങനെ അങ്ങനെ ജ്ഞാനം. അങ്ങനെ തത്വജ്ഞാനത്തിന് ഉപാസന എന്തുകൊണ്ട് സഹായിക്കുന്നില്ല? കാരണം ഉപാസന ഇവിടെ ശ്രുതിയിൽ നിർദ്ദേശിക്കുന്നതെല്ലാം ഭേദബുദ്ധി ആശ്രയിച്ചിട്ടാണ്. ഇവിടെ തന്നെ കുതിര, പിന്നെ ഒരു അശ്വമേധം, പിന്നെ അതിനുള്ള ഭാവനകൾ ഭേദബുദ്ധി ആശ്രയിക്കുന്നു. ഭേദബുദ്ധി ആശ്രയിച്ചു വരുന്ന ഉപാസനയിൽ നിന്ന് തത്വജ്ഞാനം ഉണ്ടാകത്തില്ല. അതിനെന്ത് ഫലം പറഞ്ഞിരിക്കുന്നു അതുണ്ടാവും. സുഖമാണ് പറഞ്ഞെങ്കിൽ അതുണ്ടാവും, മറ്റെന്തെങ്കിലും ഫലം പറഞ്ഞാൽ അതുണ്ടാവും. തത്വജ്ഞാനം ഭേദബുദ്ധിയെ നിരാകരിക്കുന്നതാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ശ്രവണാദി സാധനങ്ങളും ഭേദബുദ്ധിയെ നിരാകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഉപാസനയെ തത്വജ്ഞാനത്തിന്റെ പട്ടികപ്പെടുത്താൻ കഴിയത്തില്ല. രണ്ടാണ്. ഉപാസന എന്ന് പറയുന്നത് കേവലം മനസ്സിന്റെ അഭ്യാസമാണ്. മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരഭ്യാസം. വാക്കുകൊണ്ട് അഭ്യസിക്കും പോലെ, ശരീരം കൊണ്ട് അഭ്യസിക്കും പോലെ, 3 തരത്തിൽപ്പെട്ട കർമ്മത്തിലൊന്ന് മനോവ്യാപാരം: കായികം, വാചികം, മാനസികം. തത്വജ്ഞാനം അങ്ങനെയല്ല. പല കാരണങ്ങളുമുണ്ട്. കാരണം ഒന്ന് മുഖ്യമായ ഉദയം, അത് ഫലത്തെ ഉണ്ടാക്കുന്നില്ല. ഉപാസനയെ പോലെ അത് ഫലത്തെ ഉണ്ടാക്കുന്നില്ല. ഫലത്തെ ഉണ്ടാക്കാത്തതിനെങ്ങനെ കർമ്മം എന്ന് പറയാൻ പറ്റും?
മറ്റൊന്ന് വസ്തു എങ്ങനെയോ ആ തരത്തിൽ അതിനെ പ്രകാശിപ്പിക്കുന്നു. ഉപാസന അങ്ങനെയല്ല, കൃത്രിമമായിട്ട് ഒന്നിനെ മറ്റൊന്നൊന്നും ധരിപ്പിക്കുന്നു മനസ്സിന്. ഈ തത്വജ്ഞാനം അതിന്റെ സ്വരൂപം എന്താണോ ഈ പുസ്തകത്തെ പുസ്തകമായിട്ട് അറിയുന്നതാണ് തത്വജ്ഞാനം. എന്താ ഇതിന്റെ സ്വരൂപം? എന്താ ഈ തത്വജ്ഞാനത്തിന്റെ സ്വരൂപം? പുസ്തകത്തെ ഒരാൾ പുസ്തകമായിട്ട് അറിയുമ്പോൾ ആ അറിവിൽ പുസ്തകത്തെക്കുറിച്ചുള്ള അജ്ഞാനമില്ല. പിന്നെ പുസ്തകം അറിയുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ? പുസ്തകത്തെ കണ്ടിട്ട് മേശയാണെന്ന് വിവരിയുണ്ടോ? ഇല്ല. ഈ പുസ്തകത്തെ കണ്ടിട്ട് ഇത് പുസ്തകമാണോ അല്ലയോ എന്ന് സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ പുസ്തകത്തെ കുറിച്ചുള്ള ജ്ഞാനം, പുസ്തകത്തെക്കുറിച്ചുള്ള തത്വജ്ഞാനം എന്ന് പറയും. ഇനി ഇത് പുസ്തകമാണ് എന്ന് കണ്ണടച്ച് ഭാവന ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒന്നുമില്ല. വസ്തു എങ്ങനെയോ അങ്ങനെ. ഇതുവരെയുള്ളൂ. അപ്പോൾ ആത്മജ്ഞാനം എന്ന് പറയുന്നത് അതിന് വ്യത്യാസമുണ്ട്. ആത്മജ്ഞാനത്തിൽ ഇവിടെ വരുന്ന വ്യത്യാസം എന്താണ്? ഇത് തത്വജ്ഞാനമാണ്, പുസ്തകത്തെ പുസ്തകമായിട്ട് അറിയുന്നു. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ പുസ്തകം വേറെ, ജ്ഞാനം വേറെ. പുസ്തകജ്ഞാനത്തിന് വിഷയമായിരിക്കുന്നു, പുസ്തകത്തെക്കുറിച്ചുള്ള ജ്ഞാനം വേറെ നിൽക്കുന്നു. ഉപാസനയിൽ നിന്നുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. തത്വജ്ഞാനം അങ്ങനെയല്ല. അവിടെ ആ തത്വം ജ്ഞാനം അങ്ങനെ രണ്ടില്ല. പുസ്തകം പുസ്തകത്തിന്റെ ജ്ഞാനമൊന്നും ഇവിടെ രണ്ടായതുപോലെ ഇവിടെ രണ്ടില്ല. തത്വജ്ഞാനത്തിൽ തത്വവും ജ്ഞാനവും അഭേദമായിരിക്കും. മാത്രമല്ല ശ്രവണാദി അഭ്യാസം കൊണ്ട് ആ ജ്ഞാനത്തിന്റെ തത്വജ്ഞാനം, പുസ്തകജ്ഞാനം എന്ന് പറയുമ്പോൾ പുസ്തകത്തെക്കുറിച്ചുള്ള ജ്ഞാനം, തത്വജ്ഞാനം എന്ന് പറയുന്നത് തത്വത്തെക്കുറിച്ച് തത്വരൂപത്തിലുള്ള ജ്ഞാനം, തത്വം തന്നെ ജ്ഞാനമായിരിക്കുന്നു. ഇവിടെ പുസ്തകം തന്നെ ജ്ഞാനമായിട്ടല്ലേ ഇരിക്കുന്നു, പുസ്തകം ജ്ഞാനത്തിന് വിഷയമായിരിക്കും. ശ്രവണാദി സാധനങ്ങൾ കൊണ്ട് അതിലുള്ള അജ്ഞാനാദി ദോഷങ്ങളെ മാറുന്നു. എല്ലാ സാധനങ്ങളും ഭാഷ്യകാരൻ പറയുന്നു നിരാകരണാർത്ഥത്വ, നിരാകരിക്കുന്നു. ജ്ഞാനം അജ്ഞാനാദി ദോഷങ്ങൾ കൂടാതെ പ്രകാശിക്കുന്നു. ശരി, ഇവിടെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പുസ്തകത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഇവിടെ അജ്ഞാനാദി ദോഷങ്ങളൊന്നുമില്ലാതെ പ്രകാശിക്കുന്നു. എന്നിട്ട് ഇത് പുസ്തകമാണെന്നറിയുന്നത് ഇത് തത്വജ്ഞാനം തന്നെ, പുസ്തകമാകുന്ന തത്വത്തെക്കുറിച്ചുള്ള ജ്ഞാനം. അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷെ നിങ്ങളീ പറയുന്ന തത്വജ്ഞാനത്തിൽ ഇവിടെ പറയുന്ന തത്വജ്ഞാനം ഒന്നാണ്. ആ തത്വജ്ഞാനം ഒന്നായ ആ തത്വജ്ഞാനം അവിടെ അജ്ഞാനാദികളെല്ലാം മാറി പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താ വിഷയം? ഇവിടെ നമുക്കറിയാം നമ്മുടെ മുമ്പിലിരിക്കുന്ന പുസ്തകമാണ്. ഇവിടെ എന്താ വിഷയം? അങ്ങനെ ഒരു തത്വം ജ്ഞാനമായി, അല്ലെങ്കിൽ ജ്ഞാനം തന്നെ തത്വമായി സംശയാദികളൊന്നും കൂടാതെ പ്രകാശിക്കുന്നു എന്ന് പറയും. ഇവിടെ വിഷയം താൻ തന്നെ, അതാ വ്യത്യാസം. ബാക്കി പ്രാപഞ്ചികമായ ഓരോ വസ്തുവിന്റെ തത്വത്തെയും നമ്മൾ മനസ്സിലാക്കുമ്പോഴും അവിടെ വിഷയം അന്യമായി പോകുന്നു. ഇതേ ഉള്ളൂ വ്യത്യാസം. ഇവിടെ വിഷയം അനന്യമായിരിക്കുന്നു, താൻ തന്നെയായിരിക്കുന്നു. തന്നിലുള്ള അജ്ഞാനാദി ദോഷങ്ങൾ മാറി. അതാണ് പറയുന്നത് സ്വസ്വരൂപ പ്രകാശം. ഇതാണ് തത്വജ്ഞാനം. ഇതല്ല ഇവിടെ പറയുന്ന ഉപാസന.
ആ സ്വസ്വരൂപ പ്രകാശം അതിൽ സംശയമൊന്നുമില്ലല്ലോ എന്ന് പറയാൻ പാടില്ല. കാരണം എന്തുകൊണ്ട് സ്വസ്വരൂപത്തെ സംബന്ധിച്ച് എനിക്ക് അജ്ഞാന സംശയ വിവരങ്ങളെല്ലാം ഉണ്ട്. ശരീരാദിബോധം തുടങ്ങുന്ന ഇതെല്ലാം ഈ അജ്ഞാന സംശയ വിപരീയങ്ങളാണ്. അതാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത്. ഉപാസന അതല്ല എന്നർത്ഥം. ഈ പറയുന്ന തത്വജ്ഞാനം ഗ്രഹിക്കുന്നതിന് പ്രയാസമുള്ളതാണ് എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ശ്രുതി അവിടെ ഉപാസന നിർദ്ദേശിച്ചിരിക്കുന്നത്. അഭേദബുദ്ധിയിൽ ഉള്ള തത്വജ്ഞാനം തന്നിൽ പ്രകാശിക്കുന്നതിന് താൻ തന്നെ തടസ്സം സൃഷ്ടിക്കുകയാണ്. വെച്ചാൽ തന്റെ മനസ്സ് എന്ത് ഈ ദോഷങ്ങളെ കൊണ്ടുവന്നിട്ട് തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ പറയുന്നു നമ്മൾ ഉപാസിക്കുക. അത് ഉപാസിക്കുന്നതിന് ഇന്നതെ ഉപാസിക്കുക എന്നൊന്നുമില്ല, എന്ത് വേണം ഉപാസിക്കും. പക്ഷെ വൈദികമായ ഉപാസനയുടെ പ്രത്യേകത എന്താണ്? ഇന്ന ഉപാസനയ്ക്ക് ഇന്ന ഫലമെന്ന് അവിടെ പറയുന്നു. ആ ഉപാസന അനുസരിച്ച് ആ ഫലം ഉണ്ടാകും. അത് ധ്യാനം എന്നാണ്. ആ വൈദികമായ ഉപാസന കാലം കൊണ്ട് മാറി മാറി വന്നിട്ട് ഇന്നത്തെ ദേവതോപാസനകളും ക്ഷേത്രോപാസനകളും മറ്റ് തന്ത്രമന്ത്ര ഉപാസനകളും ഒക്കെയായി മാറിയത്. ആ വൈദിക ഉപാസന മാറിയതാണ്. അങ്ങനെ മാറുന്നതിനും ഒരു കാരണമുണ്ട്. കാരണം ഈ പറയുന്ന വൈദികോപാസന വൈദികനെ സാധ്യമാകും. അശ്വമേധം എന്തെന്നറിയാത്തവന് അശ്വമേധോപാസനകൾ ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അസംബന്ധമായിട്ട് നമുക്ക് തോന്നുന്നു. നമ്മുടെ ജീവിതമായിട്ടൊരു ബന്ധമുള്ള കാര്യങ്ങളല്ല. കാരണം വൈദിക ജീവിതമല്ല. ഇന്നത്തെ ആചാരങ്ങളനുഷ്ഠാനങ്ങളൊക്കെ സ്മാർത്ഥമാണ്. അപ്പോൾ അതിന് ബന്ധപ്പെട്ട ഉപാസനകളൊക്കെ ആയിട്ട് കാലം കൊണ്ട് എല്ലാം മാറിപ്പോയി. എന്നാണ് തത്വജ്ഞാനം ഉപാസന അല്ല എന്ന് മനസ്സിലാക്കാനെങ്കിലും ഇത് സഹായിക്കും. പലരും ഇതിനെ രണ്ടിനെയും ഒന്നായിട്ടാണ് ധരിച്ചിരിക്കുന്നത്. ഇനി മറ്റൊന്നുണ്ട്, തത്വജ്ഞാനത്തെ അംഗീകരിക്കാത്തവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഉപാസനയാണ് പരമപ്രധാനം. ഉപാസനയേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. തത്വജ്ഞാനമില്ല, ഉപാസന മാത്രമേ ഉള്ളൂ. അദ്വൈതത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. തത്വജ്ഞാനമാണ് മുഖ്യം, രണ്ടാമത് ഉപാസന. ഇങ്ങനെ പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞു വേദജാനാതി, അറിയുന്നു എന്ന് പറയുമ്പോൾ ഇത് ഉപാസനയാണ്, തത്വജ്ഞാനമല്ല എന്നറിയുന്നു. അല്ലെങ്കിൽ ഇവിടെ ആശയക്കുഴപ്പമില്ല. വ്യാഖ്യാനങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന പലരും ഇതിന്റെ ഈ വ്യത്യാസം മനസ്സിലാക്കാതെയാണ്. അതുകൊണ്ടത് അങ്ങനെ വിശദീകരിച്ചു എന്നേ ഉള്ളൂ. അതറിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഭാഷ്യമാണ് ചർച്ച ചെയ്യുന്നത്. തത്വജ്ഞാനം എന്താണ്? അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള മിഥ്യാധാരണകൾ കുറഞ്ഞ വർഷം പോവുകയെങ്കിലും ചെയ്യണം. തത്വജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ അടുത്ത കാലത്ത് ഒരാൾ പരാതി പറഞ്ഞു. സ്വാമിയുടെ ഈ അദ്വൈതം പറച്ചിൽ കേട്ട് കേട്ട് എന്റെ ഭക്തിയെല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നു. ഇയാൾ പണ്ട് വലിയ ഭക്തനായിരുന്നു. ഈ വേദാന്തം
കേട്ട് കേട്ട് ഭക്തി പോയി. കഥ പറയുന്നതിന്റെ ഒരാൾ പരാതി നേരിട്ട് പറഞ്ഞതാ, ഭക്തി നഷ്ടപ്പെട്ടു പോയി. ശരി, ഭക്തി നഷ്ടപ്പെട്ട് ആയിക്കോട്ടെ, ഈ പറയുന്ന തത്വജ്ഞാനം ഒട്ട് കിട്ടിയതുമില്ല. രണ്ടാമത്തെ നഷ്ടം. ഒന്ന് കയ്യിലുണ്ടായിരുന്ന സാധനം പോയി, രണ്ടാമത് തത്വജ്ഞാനം. എന്റെ കുറ്റമല്ല രണ്ട് കാര്യത്തിൽ. ഇതുണ്ടായിരുന്ന ഭക്തിയാണെങ്കിൽ എന്തായാലും അത് നഷ്ടപ്പെടത്തില്ല, ഉറപ്പാണ്. അപ്പൊ നേരത്തെ കയ്യിലുണ്ടായിരുന്നത് ഭക്തിയല്ല. ഞാനത് ആളിനോട് നേരിട്ട് പറഞ്ഞില്ല. അതിന് എന്റെ ഭാഷയിൽ പറഞ്ഞ വട്ടെന്ന് പറയും. അത് നഷ്ടപ്പെട്ടു. നന്നായി, ബുദ്ധി തെളിഞ്ഞു. പക്ഷെ അത് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ ചിലപ്പോൾ തല്ല് കിട്ടും. കുറച്ചൊരു ബുദ്ധിഭ്രമം ഉണ്ടായിരുന്നു, അത് മാറി. അത് മാറുന്നതിനായി തത്വവിചാരം അത്രയെങ്കിലും മാറി കിട്ടിയല്ലോ. പിന്നെ ഇനി ശരിയായ തത്വബോധം ഉണ്ടായിക്കോളും. ഇത് മാറിയല്ലോ, ഇതിന് തടസ്സമായിരുന്നു മാറിയല്ലോ. അതാണ് എന്റെ സമാധാനം. ഭക്തി ശരിയായ ഭക്തിയാണെങ്കിൽ അത് മാറത്തില്ല, മാറുന്നതല്ലല്ലോ. പലരും ധരിച്ചിരിക്കുന്ന അങ്ങനെയാണ്, ഈ ഭക്തി പോയിട്ട് വരേണ്ട ഒന്നാണ് തത്വജ്ഞാനം. ആദ്യം ഭക്തി വരണം, പിന്നെ അതവിടെ നിന്ന് പോകണം, പിന്നെ മൂന്നാമത് തത്വജ്ഞാനം വരണം. അങ്ങനെയൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്. അതും ഉപാസനയെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിലാണ് അതും പറയുന്നു. അതുകൊണ്ട് ഭക്തിയും ജ്ഞാനവും എന്ന് പറയുന്നതിനൊന്നും വ്യത്യാസമില്ല. അതും അറിയാം, എന്നാലും അതൊന്നും എപ്പോഴും മനസ്സിരിക്കത്തില്ല. അതാ പറയും. ഇവിടെ നമ്മൾ പറയുന്നത് അതിനെക്കുറിച്ചുമല്ല, വൈദിക ഉപാസനയെ കുറിച്ചാണ് പറയുന്നത്. തത്വജ്ഞാനവും ഭക്തിയും എല്ലാം ഒന്ന് തന്നെ. ഒന്ന് പോയിട്ട് വേറൊന്ന് വരേണ്ട സാധനമൊന്നും. ഇതുകൊണ്ട് ഏതെങ്കിലും പോയി എന്ന് കരുതുകയാണെങ്കിൽ എന്തോ വേണ്ടാത്ത സാധനം പോയി എന്ന് കരുതിയാണ്. പിന്നെ ഇനി തത്വജ്ഞാനം കുറച്ചുകൂടി ക്ഷമിച്ചാൽ മതി, അപ്പോൾ അത് വന്നോളും. എന്തായാലും അതിന് ക്ഷമ വേണം, വരാതിരിക്കാൻ വഴിയില്ല. കാരണം ദോഷം മാറിയാൽ പിന്നെ ഗുണം വന്നല്ലേ പറ്റും. അതുകൊണ്ട് ഉപാസന ഇവിടെ പറയുന്നത് എല്ലാ തരത്തിലുള്ള ഉപാസന, അത് നിരുപയോഗം എന്നല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. അത് ഉപയോഗമുള്ളത് തന്നെയാണ്, അതിന് ഫലമുണ്ട്. അതിന് ഭൗതികവും ആധ്യാത്മികവുമായ രണ്ട് തരത്തിലുള്ള ഫലമുണ്ട്. പക്ഷെ വേദജ്ഞാനാദി എന്ന് പറഞ്ഞാൽ അത് തത്വജ്ഞാനമായിട്ട് എടുക്കരുത്, ഉപാസന ഭാവനാധ്യാനമായിട്ട് തന്നെ എടുക്കണം. ഹവായിത്യ അവധാരണാർത്ഥം ഭവത്യേവേദി അസ്മേയം വിധ ഏവം വിധർത്ഥം ഭവതി. ഇങ്ങനെ ഉപാസിക്കുന്നവൻ ഇന്ന ഫലമുണ്ടാകും. ഇത്രയും ഉപാസനയെക്കുറിച്ച്, ഉപാസനയുടെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് അറിഞ്ഞിരിക്കുന്നു. ഈ അദ്വൈതത്തെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ഭാഷ്യമോ പ്രാമാണികമായ ആചാര്യന്മാരെഴുതിയ ഗ്രന്ഥങ്ങളോ അല്ല. അപ്പോൾ അവിടെയൊന്നും ഈ തത്വജ്ഞാനവും ഉപാസനയും ഭാഷ്യകാരൻ ഇത്രയും വ്യക്തമായി വേർതിരിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേർതിരിക്കാതെ എഴുതുന്നു. അതുകൊണ്ട് വായിക്കുന്നവർക്കൊക്കെ ആശയക്കുഴപ്പം വരും. എന്തായി പറയുന്നു?
എന്താ ഇതിന്റെ വിശേഷതകൾ? പലപ്പോഴും ഉപാസനയെ തത്വജ്ഞാനമായിട്ട് തെറ്റിദ്ധരിക്കും. തത്വജ്ഞാനത്തിന്റെ ഉപായമാണ് ഉപാസനയെന്ന് ധരിക്കും. അല്ല, ഉപാസനയ്ക്ക് ഫലം നിർദ്ദേശിക്കുന്നുണ്ട്, ഇന്നതാണ്. ആ ഫലത്തെ ഭാഷകാരൻ അംഗീകരിക്കുന്നുണ്ട്. അതിന്റെ ഫലം തത്വജ്ഞാനമാണെന്ന് പറയുന്നില്ല. ഈ ഭാഗം എന്തിനു വ്യാഖ്യാനിച്ചു പറഞ്ഞു? കാരണം ഇതിന്റെ ഇടയ്ക്ക് തത്വജ്ഞാനവും വരുന്നുണ്ട് ഉപാസനയ്ക്കിടയ്ക്ക്. ഉപാസന മനസ്സിന്റെ ഏകാഗ്രതയുണ്ടാക്കും, മനഃശുദ്ധിക്ക് സഹായിക്കും. ആ തരത്തിൽ തത്വജ്ഞാനത്തെ ഗ്രഹിക്കുന്നതിനും അത് സഹായിക്കും. അതുകൊണ്ടാണ് അത് പ്രയോജനം ഉള്ളതാണെന്ന് പറയുന്നത്. പക്ഷെ രണ്ടിനെയും രണ്ടായി തന്നെ ഗ്രഹിക്കും. ആപോവാർക്ക, അടുത്ത് പറയുന്നു ആപോവാർക്ക കപ്പനാൽ അസ്വാർക്ക ഉച്ചതേ. എന്താണ് ഈ അർക്കൻ? ആപോവയ്യ അർച്ചനാംഗഭൂതാത്ത അർക്കോ അഗ്നിരർക്കസ്യ ഹേതുത്വ അപ്സുച അഗ്നി പ്രതിഷ്ഠിത. അഗ്നി സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ്. ആദ്യം ആകാശം, വായു, ജലം, അഗ്നി, അഗ്നി, ജലം, ഭൂമി, അങ്ങനെ തിരിച്ച്. അപ്സുച അഗ്നി പ്രതിഷ്ഠിത എന്ന് പറയും. പരസ്പര ബന്ധമുണ്ട്. ഇവിടെ പറയുന്ന ആദ്യം ജലമായിരുന്നു, ജലത്തിൽ നിന്ന് പിന്നെ പൃഥ്വിയുണ്ടായി. അഗ്നി, അത് വേറെ ഒരു സ്ഥലത്തും ചർച്ച ചെയ്തിട്ടുണ്ട്. അഗ്നി, അഗ്നിയുടെ താപത്തിൽ നിന്ന് ജലം ഉണ്ടാകുന്ന കാണുന്നുണ്ട്. എവിടെയെങ്കിലും അഗ്നി മുമ്പൊരിടത്തത് ചർച്ച ചെയ്തു. ദഹിക്കുമ്പോൾ അവിടെ ജലം കാണുന്നു. അഗ്നി ജലത്തെ നശിപ്പിക്കുന്നതാണ്. അഗ്നി കൊണ്ടല്ലേ ജലം ആവിയായി പോകുന്നു. എന്നാലും അതിനെ ജലത്തിന് ഹേതുവായും പറയുന്നു. അർച്ചനയുടെ അംഗമാണ് ജലമെന്ന് പറയുന്നു. ആ ജലം തന്നെ അർക്കനെന്ന് പറയുന്നു. ആ അഗ്നിക്ക് ഹേതുവാണ് അർക്കനെന്ന് പറയുന്നു. അപ്സുച അഗ്നി പ്രതിഷ്ഠിത, വേറെ ശ്രുതി വാക്യമുണ്ട്. ജലം അഗ്നിയിൽ പ്രതിഷ്ഠിതമാണ് എന്ന് പറയുന്നു. എന്നുവെച്ചാൽ വിരാട് രൂപത്തിൽ കാണുന്നു. ഈ അഗ്നിയിൽ പ്രതിഷ്ഠിതമാണ്. നപന സാക്ഷാദേവാർക്ക താഹ താസ അപ്രകരണ അഗ്നിശുപ്രകരണ ഭക്ഷ്യതിരായം അഗ്നരാർക്ക. ഇതെല്ലാം പറയുന്നതൊക്കെ ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നതാണ്. ഇതിന്റെയൊന്നും ഭൗതിക സത്യത്തെ അന്വേഷിക്കാൻ പോലും, ഭൗതിക യാഥാർത്ഥ്യത്തെ അന്വേഷിക്കാൻ പോലും, അങ്ങനെയെല്ലാം ഭാവന ചെയ്തുകൊള്ളുക. അതെങ്ങനെ ശരിയാവും? അഗ്നിയിൽ നിന്ന് അർക്കനുണ്ടായോ, അർക്കനിൽ നിന്ന് അഗ്നി ഉണ്ടായോ, ഭൗതികമായത് എങ്ങനെ സമർത്ഥിക്കും? അത്തരത്തിനു വേണ്ടിയല്ല പറയുന്നത്, കേവല ഭാവനയ്ക്ക് വേണ്ടി പറയുന്നു. തിരിച്ചും മറിച്ചുമൊക്കെ പറയൂല. തത്ര യഥാപാം ശരൈവ ശരോ ദധ്നൈവ മണ്ഡഭൂതാഃ ആസീ തത് സമഹന്യത സംഘാതമബദ്ധത തേജസ ബാഹ്യന്ത പശ്യമാനം ലിംഗവ്യത്യേന വായു അപാംശര സമഹന്യത. വരുന്ന ജലം, സൃഷ്ടിയിൽ ജലമെന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. ഇവിടെ നമ്മുടെ ഭൂമിയുടെ സൃഷ്ടിയെക്കുറിച്ച് ഭൗതികമായി പറയുന്ന പോലെ പറയുകയാണ്. ജലത്തിൽ ദധിയുടെ മണ്ഡം പോലെ, എന്നുവെച്ചാൽ തൈര് കടയുമ്പോൾ അതിന്റെ മുകളിൽ ഊറി കൂടുന്ന വെണ്ണ പോലെ ജലത്തിൽ ഘനീഭൂതമായ ഒന്നുണ്ടായി, അതാണ് പൃഥിവി എന്നാണ്. എന്തുകൊണ്ട് അത് സംഭവിച്ചു? തേജസ ബാഹ്യന്ത പശ്യമാണ്. ഇതിൽ തേജസ് ഉണ്ടായിരുന്നു. തേജസ് കൊണ്ട് ജലം പതിക്കപ്പെട്ട് തിളച്ചു. അത് ഭൂമിയുടെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോഴും പറയുന്നത് ഇതാദ്യം ഒരു ദ്രാവകമായിരുന്നു, പിന്നെ അത് ആ ചൂട് കൊണ്ട്
അത് ഘനീഭൂതമായി പാർത്ഥിവമായ ഭാഗമുണ്ടായി. ഭൂമി സൃഷ്ടിയെക്കുറിച്ച് ഭൗതികമായി പറയാം, അതുപോലെ പറയുകയാണ് ഇവിടെയും. സാ പൃഥിവി അഭാവം, അങ്ങനെ പൃഥിവി ഉണ്ടായി. പക്ഷെ അത് സൂര്യനിൽ നിന്ന് പൊട്ടിത്തെറിച്ചു വന്നതാണ്. പിന്നെ അത് അങ്ങനെ ദ്രവീഭൂതമായിരുന്നു, പിന്നെ അത് ഘനീഭൂതമായി. അങ്ങനെയൊന്നും ഇവിടെ പറയുന്നില്ല. കാരണം ഇവിടെ ഇതിനു ശേഷമാണ് ഇനി സൂര്യനെ സൃഷ്ടിക്കുന്നത്. പക്ഷെ ഭൂമിയുടെ സ്ഥിതിയെക്കുറിച്ച് അങ്ങനെ പറയുന്നു. ഏയം പൃഥ്വീ സാഭൂ താഭ്യോ അഭ്യോ അണ്ഡം അഭിനിവൃത്തം. അപ്പോ ആ ജലത്തിൽ നിന്ന് അണ്ഡമുണ്ടായി, വിരാട് ശരീരമുണ്ടായി എന്നാ പറയുന്നത്. ഈ വിരാട് രൂപങ്ങളെല്ലാം ഉണ്ടായി, അതും ശരിയാണല്ലോ. അഗ്നി, ജലം, അത് മുഖ്യമായി ജലം, ജലത്തിൽ നിന്നാണ് ഈ വിരാട് രൂപങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഹിരണ്യഗർഭൻ പ്രജാപതി, ഹിരണ്യഗർഭൻ ആ അണ്ഡരൂപത്തിലിരിക്കുന്നു, സൃഷ്ടി ബീജമായിട്ടിരിക്കുന്നു. പ്രജാപതി സൃഷ്ടി നടത്തുന്നു, വിരാട് ഈ സൃഷ്ടി രൂപത്തിലിരിക്കുന്നു. ആ മൂന്നിനെയും കൂടെ ഇവിടെ ചേർത്ത് കാണിക്കുകയാണ്. ഇവിടെ ഈ അശ്വത്തെ ഇതായിട്ട് ഉപാസിക്കുകയാണ്. ഈ അശ്വം എന്ന് പറയുന്നത് യാഗത്തിൽ ഹോമിക്കാനുള്ള ഒന്നല്ല, അത് തന്നെയാണ് ഹിരണ്യഗർഭനായും പ്രജാപതിയായും വിരാട് രൂപത്തിലും ഇരിക്കുന്നത്. എന്നാൽ അവിടെ ആ ഭാവന ചെയ്യുകയാണ്. അതിനുവേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു സൃഷ്ടിയെക്കുറിച്ചും ഇതിനെ പരസ്പരം ബന്ധപ്പെടുത്താൻ വേണ്ടി മാത്രം. ഇത് ഭാവന ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ബന്ധം വേണ്ട. സാളഗ്രാമത്തിലല്ലേ വിഷ്ണുവിനെ ഭാവിക്കാൻ പറ്റും? എവിടെയെങ്കിലും പറ്റുമോ? പറ്റത്തില്ല. അതിന് ചില സവിശേഷതകളൊക്കെ ഉണ്ട്. ശിവലിംഗം, അതിനെ പറ്റും ശിവന്. അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതിൻ്റെ ആകാരം കൊണ്ടോ രൂപം കൊണ്ടോ തത്വം കൊണ്ടോ. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ ചില സമാനതകളുണ്ട്. ഹിരണ്യഗർഭനായും പ്രജാപതിയായും വിരാട്ടായും അല്ല. ആ സമാനതകളെ എടുത്തുകൊണ്ട് ഭാവന ചെയ്യും. ഉപാസനയുടെ രീതി ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുവേണ്ടി പറയുന്നു. തസ്യാം പൃഥിവ്യാം ഉത്പാദിതായാം സമൃദ്ധിഹു പ്രജാപതിർ അശ്രാമ്യ ശ്രമയുക്തോ ബഭൂവ. സൃഷ്ടി, പൃഥ്വി സൃഷ്ടിച്ചു, ശ്രാന്തനായി സർവോഹി ലോക കാര്യം കൃത്വ അശ്രാമ്യത, പിന്നെ ഒന്ന് വിശ്രമിക്കുന്നു. ലോകത്തിലും അങ്ങനെയാണ് കാണുന്നത്. പ്രജാപതിശ തത് മഹത് കാര്യം യത് പൃഥ്വി സർഗ. പ്രജാപതി എന്ത് ചെയ്തു? ഈ പൃഥ്വിയെ സൃഷ്ടിച്ചു, എന്നിട്ട് വിശ്രമിച്ചു. കിം തസ്യ ശ്രാന്തസ്യ തസ്യ ശ്രാന്തസ്യ തപ്തസ്യ തേജോരസോ നിരവർത്തതാഗ്നി തപ്തസ്യ ഖിന്നസ്യ തേജോരസ തേജ ഏവരസ തേജോരസ രസസാരോ നിവർത്തത. നമ്മൾ ജോലി ചെയ്ത് ശരീരം വിയർക്കുമ്പോൾ വിയർപ്പ് വരുന്നു, ക്ഷീണിക്കുന്നവന് വിയർപ്പ് വരുന്നു. അതുപോലെ തേജോരസം ഉണ്ടായി. നിഷ്കപ്പോ അഗ്നി അണ്ടസ്യന്തർ വിരാട് പ്രജാപതി പ്രഥമ കാര്യകാരണ സംഘാതവാൻ ജാത സവൈ ശരീരീ പ്രഥമ ഇതി സ്മരണ. ഇവിടെ പറയുന്നു വിരാജോ ധ്യാനാർത്ഥം. ആ വിരാട് രൂപത്തെ ധ്യാനിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. വിരാട് ഉത്പത്തിയെക്കുറിച്ച് പറയുന്നു. അഗ്നി സ്വാണ്ടസ്യന്ത വിരാട് പ്രജാപതി. അഗ്നി എന്ന് പേര് കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അഗ്നി പ്രജാപതി ശരീരത്തിൽ നിന്ന് നിർഗമിച്ചു എന്ന് പറയുന്നു. എന്നുവെച്ചാൽ അതിന്റെ സർവാത്മക ഭാവത്തെ ധ്യാനിക്കാൻ വേണ്ടി പറയുന്നു.
പ്രജാപതി അതിനെ ഇനി അങ്ങോട്ട് വിശദീകരിക്കുകയാണ്. അങ്ങനെ അഗ്നി ഉണ്ടായി. അടുത്ത് പറയുന്നു ആദിത്യൻ, വായു, ഇങ്ങനെ നാനാരൂപത്തിൽ അതായിത്തീർന്നു എന്ന് പറയുന്നു. ആ രൂപത്തിൽ അതിനെ ഭാവന ചെയ്യാൻ വേണ്ടി പറയുന്നു. അഗ്നിയായി, ആദിത്യനായി, വായുവായി, നാനാഭാവത്തിൽ കാണുന്നതെല്ലാം ആ പ്രജാപതി തന്നെ. ഹിരണ്യഗർഭനായിരുന്നവൻ തന്നെ, പ്രജാപതിയായിരുന്നവൻ തന്നെ വിരാടായി മാറുന്നു. ഭാവന ചെയ്യാൻ വേണ്ടി പറയുന്നു. അപോവ അർക്കഃ തദ്യത് അപാംസര ആസീത് തത് സമഹന്യത സപൃഥിവി അഭവൻ തസ്യാം അശ്രാമ്യത് തസ്യ ശ്രാന്തസ്യ തപ്തസ്യ തേജോരസോ നിരവർത്തദാഗ്നിഃ സത്രേധാത്മാനം വ്യാകുരുത ആദിത്യം തൃതീയം വായും തൃതീയം സയേഷ പ്രാണസ്ത്രേതാ വിഹിതഃ തസ്യ പ്രാചീദിക് ദിക്ശിരോ അസൗച അസൗച ഈർമോ അഥാസ്യ പ്രതീജീ ദിക് പുശ്ചം അസൗച അസൗച സത്യോ ദക്ഷിണാച ഉദീച പാർശ്വേ ദ്യൗപൃഷ്ഠം അന്തരിക്ഷം ഉദരം യം ഉരഃ സ ഏഷു അപ്സു പ്രതിഷ്ഠിതോ എത്ര കൗ ചേതി തദൈവ പ്രതിഷ്ഠതി ഇത്യേവം വിദ്വാൻ. വിദ്വാൻ എന്നുവെച്ചാൽ ഉപാസിക്കുന്നവൻ, തത്വജ്ഞനെന്ന. എങ്ങനെ? ഈ സർവാത്മഭാവത്തെ ഉപാസിക്കുന്നവൻ. അങ്ങനെയാണ് സച്ച ജാത പ്രജാപതി ത്രേധ തൃപ്രകാരം ആത്മാനം സ്വയമേവ കാര്യകാരണ സംഘാതം വ്യാകുലത വ്യഭജത്. പ്രജാപതി തന്നെ എന്നുവെച്ചാൽ ഇവിടെ പ്രജാപതി പറയുന്നത് ആ വിരാട് രൂപത്തിൽ മാറിയ ഹിരണ്യഗർഭൻ ആദ്യം ബീജരൂപത്തിലിരുന്നു, പിന്നെ വിരാട് രൂപത്തിലേക്ക് മാറിയപ്പോൾ അയാൾക്ക് പ്രജാപതി ഒന്ന് തന്നെ 3 പേരിൽ പറയും. എന്താ ഹിരണ്യഗർഭൻ, എന്താ പ്രജാപതി, എന്താ വിരാട്? ഇതൊക്കെ വേറെ വേറെയാണോ? എന്താ ഇതിന്റെ പ്രത്യേകത? ഇവിടെ പറയുന്നത് ഇതെല്ലാം ഒന്ന് തന്നെ. ബീജരൂപത്തിലിരിക്കുമ്പോൾ അതിനെ ഹിരണ്യഗർഭൻ എന്ന് പറയും. സൃഷ്ടി തുടങ്ങുമ്പോൾ അതിനെ പ്രജാപതി എന്ന് പറയും. അത് നാനാരൂപത്തിൽ സൃഷ്ടി രൂപത്തിലിരിക്കുമ്പോൾ അതിനെ വിരാട് എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ, ഒന്നിനെ തന്നെ. ആണ് പറയുന്നത് വിരാജോധ്യാനാർത്ഥം. ഹിരണ്യഗർഭൻ സൂക്ഷ്മമല്ലേ, ധ്യാനിക്കാൻ എളുപ്പമല്ല. പ്രജാപതിയും സൃഷ്ടിക്ക് മുമ്പുള്ളതാണ്, ധ്യാനിക്കാൻ എളുപ്പമല്ല. പക്ഷെ വിരാട് മുമ്പിലുണ്ട്, നാനാ പ്രപഞ്ചരൂപത്തിലുണ്ട്, അതിനെ ധ്യാനിക്കാൻ സൗകര്യമാണ്. അതാണ് വിരാജോധ്യാനാർത്ഥം, ഉപാസിക്കാൻ സൗകര്യമാണ്. ഇതൊക്കെ തന്നെയാണ് ഈ വൈദികമായ ഈ വിരാട്. ഇതിനൊക്കെയാണ് ഗീതയിലും മറ്റും വിഭൂതി വിസ്തരയോഗം എന്നും മറ്റും പറയുന്നത്. വിശ്വരൂപദർശന യോഗത്തിലും ഇതിന്റെ ഒരു സ്വാധീനമുണ്ട്. സ്വയം ശ്രീകൃഷ്ണൻ തന്നെ ആ വിരാട് രൂപത്തെ കാണിക്കുന്നു എന്ന് പറയുന്നു. അതിലും എന്താണ് ഇവിടെ തന്നിൽ പലത് താൻ തന്നെ പലതായിരിക്കുന്നതാണ് കാണിക്കുന്നത്. അത് ഈ വൈദികമായ അറിവിന്റെ സ്വാധീനമാണ് അവിടെ വരുന്നത്. ദൈവം പ്രപഞ്ചത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ്. മാറിയിരുന്നുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സംഹാരങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് വൈദിക കാഴ്ചപ്പാടല്ല. ഈശ്വരൻ പ്രപഞ്ചാത്മകനായിരിക്കുന്നു എന്ന് പറയും. എവിടെയെല്ലാം അങ്ങനെ പറയുന്നു ഈശ്വരൻ പ്രപഞ്ചാത്മകനായിരിക്കുന്നു, അവിടെയെല്ലാം മനസ്സിലാക്കണം അതെല്ലാം കേവലം ഉപാസനയ്ക്ക് വേണ്ടി പറയുകയാണ്. തത്വജ്ഞാനത്തിലാണെങ്കിലോ അവിടെ ഈശ്വരൻ പ്രപഞ്ചൻ എന്ന് രണ്ടായി തിരിക്കാൻ ഒക്കത്തില്ല. ഉപാസനയിൽ അങ്ങനെയല്ല, ഈ പ്രപഞ്ചത്തിന്റെ നാനാഭാവങ്ങളിൽ ഈശ്വരത്വത്തെ ആരോപിക്കുകയാണ്.
തത്വജ്ഞാനത്തിൽ പ്രപഞ്ചം, അതിന്റെ നാനാഭാഗം, അതിൽ ഈശ്വരാരോപണം അതൊന്നുമില്ല. അവിടെ അനന്യബോധം. ആ തത്വത്തിൽ നിന്ന് അന്യമായി ഇതില്ല, പ്രപഞ്ചമില്ല. അവിടെ സർവാത്മകം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലവിടെ ഭേദദൃഷ്ടിയെ ആശ്രയിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല, ഉപാസനയിൽ ഭേദത്തെ ആശ്രയിക്കുന്നു. നാനാരൂപങ്ങളിൽ ഏകരൂപത്തെ ആരോപിക്കുന്നു. അതാണ് വൈദികമായ ജ്ഞാനത്തിൽ വരുന്ന വ്യത്യാസം, ഉപാസനയും തത്വജ്ഞാനത്തിലുള്ള വ്യത്യാസം. അതായത് കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഈശ്വരനെ കാണുക എന്ന് പറഞ്ഞാൽ അത് ഉപാസനയായി. എന്നുവെച്ചാൽ പ്രപഞ്ചത്തിൽ ഈശ്വരനെ ഭാവന ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. അത് ഭേദബുദ്ധിയുള്ളവനെ അത് പറ്റൂ. മറിച്ച് തത്വത്തിൽ നിന്ന് അന്യമായി പ്രപഞ്ചം ഇല്ല എന്ന് പറയുമ്പോൾ അത് തത്വജ്ഞാന ഉപദേശമാണ്. അത് തന്നെയാണ്. അവിടെ നിങ്ങൾക്ക് ഇനി ഭാവന ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. തത്വം തന്നെയാണ് നാമരൂപാത്മകമായി പ്രകാശിക്കുന്നത്. അങ്ങനെ പ്രകാശിക്കുന്നുണ്ട് തത്വത്തിൽ ഭേദം വരുന്നില്ല. ഇത് ഈശ്വരൻ, ഇത് പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിൽ ഈശ്വരന്റെ ഭാവന ചെയ്യുക, ആ ഭേദം വരുന്നില്ല. ഇവിടെ നിർദ്ദേശിക്കുന്നത് ആ വിരാട് ഭാവനയാണ് നിർദ്ദേശിക്കുന്നത്. അവിടെ ഭേദബുദ്ധി ഉള്ളവനോടാണ്. ഭേദബുദ്ധി ഇല്ലാത്തവൻ കർമ്മം ചെയ്യും, ഇല്ലല്ലോ. ഭേദബുദ്ധിയുള്ളവൻ കർമ്മം ചെയ്യും. സ്വാഭാവികമായിട്ട് കർമ്മത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഉപാസനയ്ക്കും ഭേദബുദ്ധിയാണ് അധിഷ്ഠം. അതിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു എന്നേ ഉള്ളൂ. പറയുന്നയാളിന് വ്യക്തതയുണ്ടെന്ന് വിചാരിച്ച് കേൾക്കുന്നയാളിന് അത് ഉണ്ടാവണമെന്നില്ലല്ലോ. അതുകൊണ്ടത് ആവർത്തിച്ച് പറയുന്നു. വിരാട് ഉപാസനയെ കുറിച്ച് പറയുന്നു. വിരാജോ ധ്യാനാർത്ഥം, ധ്യാനത്തിന് വേണ്ടി ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ തത്വജ്ഞാനവും ധ്യാനവും തമ്മിലുള്ള വ്യത്യാസം. തത്വോപാസന അങ്ങനെയും പറയും. സജാത പ്രജാപതി ത്രയധാത്തിൽ പ്രകാരം ആത്മാനുസ്വയമേവ കാര്യക്കാൻ സംഘാതം വികുരുത വിഭജത്. അങ്ങനെ പലതാക്കി. അപ്പൊ ഉപാസനയ്ക്കൊരു അവലംബം വേണം. ഒരാൾ ചോദിക്കും, എന്തിന് ഈ പ്രപഞ്ചത്തെ വിരാട്ടായിട്ട് ഉപാസിക്കുന്നു? അങ്ങനെ ചെയ്യുന്ന എന്തിനാ? അപ്പോൾ അതിനുള്ള ശ്രുതി തന്നെ പറയുന്നു, ഇങ്ങനെ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ പ്രപഞ്ചകാരണമായിരുന്ന എന്തോ അത് മൃത്യുനൈവേ ഇതം ആവൃതം ആസി മൃത്യുരൂപത്തിൽ ഹിരണ്യഗർഭരൂപത്തിലിരുന്നു. ഈ കോലാഹലങ്ങളൊന്നുമില്ലാതെ അത് പിന്നെ സൃഷ്ടിക്കാൻ തുടങ്ങി. അത് തന്നെ പിന്നീട് നാനാരൂപമായി മാറി. അപ്പൊ ഈ പറയുന്നത് ഒരു പ്രാമാണികമായ അറിവാണ്, ഭ്രാന്തമായ അറിവല്ല. വേദം കൊടുക്കുന്ന അറിവാണ്. അപ്പൊ ആ അറിവിൽ നിന്നുകൊണ്ട് ഉപാസിക്കും. ഭ്രാന്തമായ ഉപാസനയല്ല. സാളഗ്രാമത്തെ വിഷ്ണുവായി ഉപാസിക്കുന്നവരല്ല. സാളഗ്രാമത്തെ കാണുന്നവനറിയാം ഇത് വിഷ്ണുവല്ല, പക്ഷെ ഇത് വിഷ്ണുവിനെ ഉപാസിക്കാനുള്ള ഒന്നാണ്. ഉപാസനയുടെ പല ഭേദങ്ങളെ കുറിച്ച് പറയും. ഇവിടെ ഉപാസിക്കാൻ പറയുമ്പോൾ ആദ്യം തന്നെ പറയുന്നത് എന്താണോ? ഇത് ആ ഹിരണ്യഗർഭൻ തന്നെയാണ്. പക്ഷെ എന്നാൽ നീ അതിനെ അങ്ങനെ ഭാവന ചെയ്യണം. തത്വബോധം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇത്
ഹിരണ്യഗർഭൻ തന്നെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉപാസന എളുപ്പമായി, ഭാവന എളുപ്പമായി. അതുകൊണ്ടാണ് ഈ ക്രമത്തിൽ ഇത് പറഞ്ഞു വരുന്നത്. ആദിത്യം തൃതീയം അഗ്നി വായു അപേക്ഷ ത്രയാണാം പൂർണ്ണം അകുരുത. അഗ്നി വായു ഇതിനെ അപേക്ഷിച്ച് പിന്നെ ആദിത്യനെ സൃഷ്ടിച്ചു വീണ്ടും അല്ലെ. ഇവിടെ പറയുന്നത് എന്താണ്? ആദ്യം ഭൂമിയുടെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ആദിത്യന്റെ സൃഷ്ടി. നമ്മുടെ സയൻസിൽ പറയുന്നത് എന്താണ്? ആദ്യം ആദിത്യം ഉണ്ടായി, പിന്നെ ഭൂമി ഉണ്ടായി. അപ്പൊ ഇത് സൃഷ്ടികർമ്മത്തെക്കുറിച്ച് പറയുന്നത് പറഞ്ഞാൽ ഇതൊക്കെ വെറും വിഡ്ഢിത്തമാണ്. ഇതാണ് നമ്മുടെ പൂർവികന്മാരുടെ സയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതല്ല ഇവിടെ പറയുന്നത്. ഏതാണോ ഈ ഭൂമിയായി മാറിയത്, ആ ഭൂമിയായി മാറുന്നതിന് എന്ത് പരിണാമവും സംഭവിക്കാം. അത് ജലമായോ അഗ്നിയായി തപിച്ചോ പിന്നെ അത് ഖരമായോ എന്തുമാകും. അത് തന്നെയാണ് ആദിത്യനായി മാറിയത്. അതേ ഇവിടെ നമ്മളെ മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത്. ആദിത്യനിൽ നിന്ന് ഭൂമി ഉണ്ടായിരുന്നു, ഭൂമിയിൽ നിന്ന് ആദിത്യനുണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കുകയാണ്. ഇത് ഭൂമി എന്തിനാ പറഞ്ഞു? ആദ്യം ഭൗമം, ഈ ശരീരം ഉൾപ്പെടെയുള്ള എല്ലാം ഭൗമമാണ്, നമുക്കടുത്തിരിക്കുന്ന ഭൂമിയാണ്. ആദിത്യനെ കാണുമെങ്കിൽ മേലോട്ട് പോകട്ടെ. അപ്പോൾ അത് കൂടുതൽ പ്രത്യക്ഷസിദ്ധമായിരിക്കുന്നു, അനായാസമായി അത് സിദ്ധമായിരിക്കുന്നതുകൊണ്ട് ആദ്യം പറഞ്ഞു അത്. അതിനെ കാണുക, ഉപാസിക്കുമ്പോൾ അങ്ങനെ തന്നെ പറയാൻ പറ്റും. നിന്റെ കൺമുമ്പിൽ കാണുന്നത് എന്തോ അതിനെ ഉപാസിക്കുക, പിന്നെ അകലെയുള്ളതിനെ ഉപാസിക്കുക, പിന്നെ കണ്ടുകൊണ്ട് കാണാൻ വയ്യാത്ത ഇനി വായു ഉണ്ടെങ്കിൽ അതിനെ ഉപാസിക്കുക, ആകാശത്തെ ഉപാസിക്കുക. അപ്പോൾ ഉപാസനയുടെ പ്രതീകം ഏതെങ്കിലും തരത്തിൽ അത് അനായാസ സിദ്ധമായിരിക്കും. ഇവിടെ പ്രതീകമായിട്ടാണ് ആ ഭൂമിയും ആദിത്യനും എല്ലാം. ഓങ്കാരത്തെ ബ്രഹ്മപ്രതീകമായി ഉപാസിക്കുന്നതുകൊണ്ട് ഓം എന്ന് പറയുന്ന ശബ്ദം പ്രത്യക്ഷ സിദ്ധമാണ്. ശബ്ദാത്മകമായി അത് മുഴങ്ങുന്നു. അപ്പോൾ ആ പ്രതീകം അനായാസസിദ്ധമായതുകൊണ്ട് അതിന് പറയുന്നു, അതിന് ഉപാസിക്കുക. അതുപോലെ ഇവിടെ സിദ്ധമായിരിക്കുന്നതല്ല, ഏതെങ്കിലും പ്രമാണത്തിലൂടെ സിദ്ധമായിരിക്കുന്നതാണ് ആദിത്യം, വായു, അഗ്നി. അഗ്നി ആദിത്യാപേക്ഷയ വായു തൃതീയം, തഥാ വായു ആദിത്യാപേക്ഷയ അഗ്നിയും തൃതീയം. ഇതിനെല്ലാത്തിനും ഏതിനെയും മൂന്നെന്ന് പറയാം, മൂന്നാമത്തതെന്ന് പറയാം. തൃതീയം പൂർണ്ണാർത്ഥത്തിലുള്ള പ്രത്യയമാണ്. അതിനനുസരിച്ച് ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുകയാണ്. അഗ്നി ആദിത്യ അപേക്ഷയ വായു മൂന്നായി, വായു ആദിത്യനെ അപേക്ഷിച്ച് അഗ്നി മൂന്നായി. മൂന്നെണ്ണം ഉണ്ടെങ്കിൽ രണ്ടിനെ അപേക്ഷിച്ചൊന്നും മൂന്നാമത്തെ ആയിത്തീരും. അങ്ങനെ ഉപാസനയെ സംബന്ധിച്ച് ഇതിനെല്ലാം തുല്യസ്ഥാനമാണ്. അഗ്നിക്കും ആദിത്യനും വായുവിനും പൃഥിവിക്കുമെല്ലാം. സയേഷ പ്രാണ സർവഭൂതാനാമാത്മാ അപി അഗ്നിവായു ആദിത്യരൂപേണ വിശേഷിത സേനൈവ മൃത്യാത്മന ത്രേധാവിഹിത വിഭക്ത. പറയുന്നു ആ പ്രാണൻ ഏതൊരുവനാണോ ഹിരണ്യഗർഭനായിരുന്നു, സൂക്ഷ്മമായി പ്രജാപതിയായത്, പിന്നെ വിരാടായി മാറിയത്, അവൻ തന്നെ പ്രാണൻ. സർവഭൂതാനാം ആത്മാ, അവനിൽ നിന്നാണല്ലോ ഇതെല്ലാം ഉണ്ടായത്. അപ്പോൾ സർവ്വം അവൻ തന്നെ, സർവത്തിന്റെയും അവൻ ആത്മാ ആണെങ്കിലും അപ്പി അഗ്നി വായു ആദിത്യരൂപേണ വിശേഷത അഗ്നിയായി വായുവായി ആദിത്യനായി സിനൈവ മൃത്യാത്മന ത്രേതാവിധ മൂന്നായി മാറി. വിഭക്തോ ന വിരാട് രൂപ ഉപമർദ്ദനേന പറയും. അവിടെ തന്റെ ആ വിരാട് രൂപത്തെ ഇല്ലാതാക്കിയൊന്നുമില്ല. ഒന്നും മൂന്നായി മാറുമ്പോൾ താൻ ഇല്ലാതാകുമല്ലോ. ഇവിടെ അത് സംഭവിക്കുന്നില്ല. ഒന്നിനെ നമ്മൾ മൂന്ന് ഭാഗമാക്കി വയ്ക്കുക, ഒന്നില്ലാതായില്ലേ, വീണ്ടും മൂന്നായി. ഇവിടെ അങ്ങനെയാണ്. എന്തുകൊണ്ട്? ആ ഹിരണ്യഗർഭൻ തന്നെയാണ്, ആ പ്രജാപതി തന്നെയാണ് വിരാട് രൂപത്തിലേക്ക് മാറുന്നത്. അപ്പോൾ ആ വിരാട് രൂപത്തെ നശിപ്പിക്കാതെ തന്നെ, സ്വയം നശിക്കാതെ തന്നെ അത് ഒന്ന് തന്നെ പലതായി മാറി. ആ പലതിൽ
ഒന്നിനെ ധ്യാനിക്കുക. തസ്യ പ്രഥമജസ്യ അഗ്നിർ അശ്വമേധോപയോഗികസ്യ അർക്കസ്യ വിരാജഃ ചിത്യാത്മകസ്യ അശ്വശിവ ദർശനമുച്യതേ പറയും. ഇവിടെ ചിത്യാത്മകമായ ചിത്തി ഉപാസന, ആ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ള, ഇവിടെ ഇപ്പം അശ്വൻ എന്ന് പറയുന്നത് ഉപാസകനെ സംബന്ധിച്ച് യാഗത്തിൽ ഹോമിക്കാനുള്ളതാണ്, തന്റെ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അശ്വസ്യ യുവദർശനം, അശ്വദർശനം എന്ന് വെച്ചാൽ അശ്വ ഉപാസന. ദർശനം എന്ന് പറഞ്ഞ തത്വജ്ഞാനം എന്നുള്ള അർത്ഥത്തിലല്ല, ആ അശ്വദർശനത്തെ പറയുന്നു. സർവഹി പൂർവോക്ത ഉത്പത്തിരസ്യ സ്തുത്യർത്ഥ ഇത്യാവോചാമ. മുമ്പ് പറഞ്ഞ ഉത്പത്തികളെല്ലാം പറഞ്ഞല്ലോ, അഗ്നിവായുവാദിത്യം തുടങ്ങിയവയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതെല്ലാം ഒരു വാസ്തവ സൃഷ്ടി ഉദ്ദേശിച്ചുകൊണ്ടല്ല, സ്തുത്യർത്ഥം. ഇവിടെയും ഭാഷ്യകാരൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ പലതരത്തിലുള്ള സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. അഗ്നി അത് ദ്രവ്യഭൂതമായി, അതിൽ നിന്ന് പൃഥ്വി ഉണ്ടായി, ഇങ്ങനെയൊക്കെ പറയും. ഇതൊന്നും വച്ചിട്ട് നിങ്ങളിതിനെ ഇങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായതെന്ന് ധരിക്കരുത്. ഭൗതികമായ സൃഷ്ടിയുടെ ഭൗതികമായ ശാസ്ത്രത്തെ പറയുകയല്ല. ഇത് എല്ലാം കേവലം ആധ്യാത്മികമായ താല്പര്യത്തിൽ പറയുന്നു. അതുകൊണ്ട് ഇതിനെ സ്തുത്യർത്ഥമായിട്ടെടുത്താൽ മതി. വിരാടിനെ സ്തുതിക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് കാരണം ഏകനായിരുന്ന ആ വിരാട് ഈ നാനാരൂപത്തിലായല്ലോ, അദ്ഭുതമാണ്. ഏകത്വത്തിൽ വന്ന ഈ നാനാത്വം അത് ആ ഏകത്വത്തെ നഷ്ടപ്പെടുത്താതെ തന്നെ വന്നിരിക്കുന്നു. അപ്പോൾ ഈ വിരാടിനെ സ്തുതിക്കാൻ ഒരുപാടുണ്ട്. സ്തുത്യർത്ഥം, എവിടെയൊക്കെ സ്തുത്യർത്ഥം എന്ന് പറയുന്നത് അതിന് അർത്ഥവാദമാണ്. എവിടെയൊക്കെ അർത്ഥവാദം എന്ന് പറയുന്നതോ അത് വസ്തുനിഷ്ഠമായ കാര്യമല്ല. ഇത്തമസു ശുദ്ധജന്മ, അശുദ്ധജന്മാവാണ്, അതാണ് അസ്തുതി. അശുദ്ധജന്മ എന്ന് പറയുന്നത് നമ്മളൊക്കെ ജനിച്ചത് ശുദ്ധജന്മമാണ്. നമ്മളൊന്നും ആഗ്രഹിച്ചിട്ട് ജനിച്ചവരല്ല, ജനിച്ചു പോയി. അതെന്താ അങ്ങനെ ജനിച്ചു പോയത്? നേരത്തെ പറഞ്ഞു, പ്രാണികർമ്മവശ, സ്വകർമ്മം കൊണ്ട് ജനിക്കാൻ നിർബന്ധിതനായി തീർന്നു, ജനിച്ചേ പറ്റൂ. സ്വന്തം ഇച്ഛാശക്തിക്കോ സ്വന്തം സങ്കല്പങ്ങൾക്കോ ഒന്നും അവിടെ സ്വാതന്ത്ര്യമില്ല. അതെല്ലാം കൂടി ആണ് ഈ കർമ്മം ഉണ്ടായത്. പക്ഷെ അവിടെയൊന്നും ഒരിടത്ത് സ്വാതന്ത്ര്യമില്ല. വിവശനായി ജനിച്ചു, ശുദ്ധജന്മമല്ല. ഇവിടെ ഹിരണ്യഗർഭൻ അങ്ങനെയല്ല, ശുദ്ധജന്മമാണ്. അതുകൊണ്ട് സ്വയം തന്നെ താൻ പ്രജാപതിയായി, സ്വയം തന്നെ താൻ വിരാടായി. അവിടെ ആർക്കും അധീനനൊന്നുമല്ല, തന്റെ കാര്യത്തിൽ താൻ പൂർണ്ണ സ്വതന്ത്രനാണ്. അതാണ് അതിന്റെ ശുദ്ധജന്മം. പറഞ്ഞല്ലോ, താൻ ഹിരണ്യഗർഭരൂപത്തിലിരുന്നു, പിന്നീട് പ്രജാപതി രൂപത്തിലായി. ഇവിടെ എവിടെ മറ്റൊന്നിന്റെ സ്വാധീനം? ബഹുസ്യാം പ്രജായ, താൻ പലതായി തീരട്ടെ, സ്വയം ആഗ്രഹിച്ച് സ്വയം പലതായി തീർന്നതാണ്. അതാണ് ശുദ്ധജന്മ എന്ന് പറയുന്നു. മായാധീനനായില്ല, മായയെ സ്വന്തം കയ്യിൽ വെച്ചുകൊണ്ട് ജനിച്ചു. അതുകൊണ്ട് ഈ നാനാസൃഷ്ടി നമുക്കനുഭവപ്പെടുന്നു. ആ വിരാട് പുരുഷനെ ഈ മുമ്പിൽ നിൽക്കുന്ന അശ്വത്തി കാണണം. അങ്ങനെ കാണുന്നതാണ് ഉപാസന. അപ്പോൾ ആ വിരാട് പുരുഷന്റെ ഭാഗങ്ങൾ എന്നുവെച്ചാൽ ഈ വിരാട് പ്രപഞ്ചത്തിന്റെ ഭാഗങ്ങളാണ് അശ്വത്തിന്റെ ഭാഗങ്ങൾ എന്ന് പറയും. അങ്ങനെ ഭാവന ചെയ്യുമ്പോൾ അത് ഉപാസനയായി.